ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വാലിഹായ ഒരു അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. കുറച്ച് സമയം നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ, ഒരുപാട് കാലമായി നമ്മൾ കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആവർത്തിച്ച് നമ്മൾ ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുന്ന കാലത്തിനനുസരിച്ചും നമ്മുടെ ഓരോരുത്തരുടെയും വൈജ്ഞാനികവും ബുദ്ധിപരവും ഒക്കെ ആയിട്ടുള്ള വളർച്ചക്കനുസരിച്ചും പുതിയ പുതിയ പാഠങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എല്ലാ റമദാനിലും നമ്മൾ ഖത്തം തീർക്കുന്നത്. കഴിഞ്ഞ റമദാനിൽ ഒരു തവണ പൂർണ്ണമായി ഓതിയ അതേ ഖുർആൻ തന്നെയാണ്, 6236 ആയത്തുകൾ. ആ റമദാനിന് ശേഷവും നിത്യജീവിതത്തിൽ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷേ ഒരു റമദാൻ കൂടി വരുമ്പോ ഒരിക്കൽ കൂടി നമ്മളത് ആ പാരായണം ആവർത്തിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ആ ആവർത്തനത്തിലൂടെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ലഭിക്കും. ഓരോ ഹർഫിനും അല്ലാഹു തആലയിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് പുറമെയാണ് വിജ്ഞാന രംഗത്തെ, വൈജ്ഞാനിക രംഗത്തെ ഈ ഒരു പുതുക്കൽ, തജ്ദീദ്. ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കുക എന്നാണല്ലോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അറിവിന്റെ സദസ്സുകൾ തീർച്ചയായും ഒരു സുന്നത്ത് ഹയാത്താക്കുക എന്ന നിലയിൽ തന്നെ നമ്മൾ ആവർത്തിക്കേണ്ടതും സ്ഥാപിച്ച് നടപ്പിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അറിവിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്ന്, ധാരാളക്കണക്കായിട്ടുള്ള അറിവുകൾ നേടിയെടുക്കുക എന്നതുകൊണ്ടായില്ല. അറിവ് നാഫിയായ ഇൽമാകണം, ഉപകാരപ്രദമായിട്ടുള്ള വിജ്ഞാനം. ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് അള്ളാഹുവിനോട് കാവല് തേടണം എന്നാണ്. ഒരു ഉപകാരമില്ലാത്ത കുറെ വിവരം ഉണ്ടായതുകൊണ്ട് ഫലമില്ല. അപ്പൊ ഈ ദുനിയാവിലും പരലോകത്തും നമുക്ക് പ്രയോജനകരമായിട്ടുള്ള അറിവ് ആണ് നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് നാഫിയായ ഇൽമിന് വേണ്ടി, ഉപകാരപ്രദമായ വിജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു അങ്ങനെ ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഷഹ്റു റമദാൻ, പരിശുദ്ധ റമദാൻ മാസം, മുൻഗാമികളൊക്കെ ആ റമദാനിനെ പ്രതീക്ഷിച്ചുകൊണ്ട് 6 മാസക്കാലം അവരതിനെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു എന്നാണ്. ബല്യഗന റമദാൻ, അങ്ങനെയാണ് ആ പ്രാർത്ഥന വന്നത്. മുൻഗാമികളുടെ ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ റമദാനിന് ശേഷം ആ റമദാൻ മാസത്തിന്റെ രാപ്പകലുകളിൽ നടത്തിയിട്ടുള്ള ഇബാദത്തുകൾ സ്വീകരിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു 6 മാസം എന്നാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമദാൻ മാസത്തിന് ചുറ്റും ഒരു വർഷത്തെ ജീവിതം ഉണ്ടായിരിക്കും എന്നതാണ് മുൻഗാമികളുടെ നിലപാട്. നമ്മളും നമ്മുടെ വീടും പരിസരവും പള്ളിയും അതൊക്കെ
ശുദ്ധിയാക്കി വെച്ച് പരിശുദ്ധ റമദാനിന് വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെയാണ് നമ്മുടെ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. പരിശുദ്ധ റമദാൻ മാസത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് നോമ്പ് തന്നെയാണ്. നോമ്പ് എന്ന് പറയുമ്പോഴോ, നോമ്പ് എന്ന് പറയുമ്പോൾ തന്നെ വിശപ്പും ദാഹവുമാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരിക. ശഅബാൻ മാസത്തിൽ ധാരാളം സുന്നത്ത് നോമ്പെടുത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നോമ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവം മാത്രമല്ല, അതിനിടയിൽ കടന്നു വന്നിട്ടുള്ള ഒട്ടേറെ ഐച്ഛികമായ സുന്നത്തായ നോമ്പുകൾ അതിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. അപ്പൊ നോമ്പിനെ കുറിച്ച് പറയുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് വിശപ്പും ദാഹവുമാണ്. അങ്ങനെ വരാൻ ന്യായമുണ്ട്. കാരണം റമദാൻ മാസത്തിന്റെ പകലുകളില് ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. നോമ്പെടുക്കുന്നതിന് ഇളവുള്ള ആളുകൾക്ക് ഒഴികെ. അപ്പോൾ ഭക്ഷണം കഴിക്കാത്ത പകലുകൾ, വെള്ളം കുടിക്കാത്ത പകലുകൾ. പക്ഷേ വിശപ്പ്, ഭക്ഷണം എന്ന കാര്യത്തിലൊക്കെ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നത്. വിശപ്പിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടുന്ന ഒരു കാര്യമാണ് വിശപ്പ് എന്നതാണ്. പട്ടിണി കിടക്കുക എന്ന് പറയുന്നത് പരീക്ഷണമാണ്. നിങ്ങളെ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. വിശപ്പ് ഒരു പരീക്ഷണമാണ്, അതൊരു സന്തോഷമുള്ള കാര്യമല്ല. വിശപ്പ് എന്ന് പറയുന്നത്, പട്ടിണി കിടക്കുക എന്നത് ഒരു സുഖകരമായ സന്തോഷകരമായ ഒരു കാര്യമല്ല. പരിശുദ്ധ പ്രവാചകന്മാരെ കുറിച്ച് ഒരു നബിയെക്കുറിച്ചും അദ്ദേഹം ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുരോഹിത മതക്കാരെ സംബന്ധിച്ച് അവരുന്നയിച്ച ഒരു ആരോപണം തന്നെ, മാലിഹാദർ റസൂൽ യഅ്കുലു തആം വയംശീ ഫിൽ അസ്വാഖ്. ഇതെന്തൊരു റസൂലാണ്? ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അങ്ങാടിയിലൂടെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയാണോ റസൂല് വേണ്ടത്? അങ്ങനെ അവര് ആക്ഷേപിക്കുകയാണ് ചെയ്തത്, കൗതുകം കൂറുക മാത്രമല്ല. ഇതെന്തൊരു നബിയാണെന്നാണ് ചോദിക്കുന്നത്. ശരി, എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ദൂതരെ, റസൂലെ, അങ്ങ് അങ്ങാടിയിലേക്ക് ഇറങ്ങണ്ട, ഇനിമേൽ ഭക്ഷണം കഴിക്കണ്ട എന്നൊന്നുമല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത്, ഭൂമിയിൽ മലക്കുകളല്ലല്ലോ ഉള്ളത്. ഭൂമിയിൽ ജീവിക്കുന്നത് മലക്കുകളായിരുന്നെങ്കിൽ ഭൂമിയിലേക്ക് നാം മലക്കുകളെ റസൂലായിട്ട് ഇറക്കുമായിരുന്നു. അപ്പൊ ഭൂമിയിലുള്ളത് മലക്കുകളല്ല, മനുഷ്യരാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് വഴി കാണിക്കാൻ, മാതൃക കാണിക്കാൻ മനുഷ്യരെ തന്നെയാണ് നാം അയക്കുന്നത്. വെള്ളം കുടിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, വിശ്രമിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അനാഥത്വത്തിന്റെ വിഷമം പേറുന്ന, വിരഹ ദുഃഖമുള്ള, കുട്ടികൾ മരിക്കുമ്പോ സങ്കടപ്പെട്ട് കരയുന്ന, ഇങ്ങനെ മനുഷ്യന്റെ വിചാര വികാരങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ. ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് ഞാൻ എന്നവരോട് പറയുക എന്നാണ്. അപ്പോൾ പട്ടിണി കിടക്കുക, വിശപ്പ് സഹിക്കുക എന്നത് ഒരു വലിയ കഴിവും ഒരു മികവുമായിട്ട് പറഞ്ഞിട്ടില്ല. ഇനി വിശ്വാസികളുടെ സ്വഭാവം എന്താണ്? وَيُطْعِمُونَ الطَّعَامَ عَلَى حُبِّهِ مِسْكِينًا وَيَتِيمًا وَأَسِيرًا.
ഭക്ഷണം കൊടുക്കുക എന്നത് ഇഷ്ടമുള്ള ആളുകളാണ് അവര്. യതീമുകൾക്ക്, മിസ്കീന്മാർക്ക്, ബന്ധനസ്ഥരായ ആളുകൾക്ക് ഒക്കെ ഭക്ഷണം നൽകുക എന്നത് ഇഷ്ടമുള്ള ആളുകളാണ് മുഅ്മിനീങ്ങൾ. ഇനി കാഫിർ ആരാണെന്ന് പഠിപ്പിച്ചെടുത്തോ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കിയവനെ നീ കണ്ടില്ലേ? ഫദാലികല്ലദീ യദുഉൽ യതീം, അനാഥകളെ ആട്ടിയകറ്റിയവരാണ്. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, അഗതിക്ക് അന്നം നൽകാൻ പ്രേരിപ്പിക്കാത്തവരാണ്. അപ്പോൾ അഗതികളായ ആളുകൾക്ക് ഭക്ഷണം നൽകാൻ സ്വന്തത്തിന് കഴിയില്ലെങ്കിൽ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയെങ്കിലും വേണം. ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് ദീനിനെ നിഷേധിക്കലാണ്, അല്ലെങ്കിൽ വിചാരണ നാളിനെ നിഷേധിക്കലാണ് എന്നാണ് ഖുർആനിന്റെ കാഴ്ചപ്പാട്. ഖൈറുക്കും മൻ അത്അമ അത്അം, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ്? നിങ്ങളിൽ ഭക്ഷണം നൽകുന്ന ആളുകളാണ്. ഭക്ഷണം നൽകുന്നവരാണ് നിങ്ങളിലെ ഉത്തമരായ ആളുകൾ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകള് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഖൈറുക്കും മൻ അത്അമ അത്അം, നിങ്ങളിൽ ഏറ്റവും നല്ലത് ഭക്ഷണം കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞത്. ഇനി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രായോഗികമായിട്ട് ഒരിടത്ത് നിലവിൽ വന്നു എന്ന് വിചാരിക്കുക. അല്ലദീ അത്അമഹും മിൻ ജൂഅ വആമനഹും മിൻ ഖൗഫ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? അങ്ങനെ ഇസ്ലാം ദർശനം, ഇസ്ലാമിന്റെ വ്യവസ്ഥ ഒരു നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വിശപ്പ് ഇല്ലാത്ത നാടായിട്ട് മാറും, ഭയമില്ലാത്ത നാടായിട്ട്, നിർഭയത്വമുള്ള നാടായിട്ട് മാറും. അപ്പോൾ അവിടെയും ഭക്ഷണം ഉണ്ട്, ഇല്ല എന്നല്ല. ഇനി നമ്മുടെ ആരാധനകളിൽ പലതും എന്തെങ്കിലും വീഴ്ച വന്നു പോയാൽ, ഇളവ് സ്വീകരിക്കേണ്ടി വന്നാൽ, ഫിദിയത്തു തആം മിസ്കീൻ, അതിന്റെ ഫിദിയ എന്താണ്? അഗതികൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക, ഭക്ഷണമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കുക, ഭക്ഷണം തടയാതിരിക്കുക എന്നൊക്കെ ഭക്ഷണത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ഖുർആൻ വിശപ്പരഹിത സമൂഹത്തിന് വേണ്ടി പണിയെടുക്കാൻ ആവശ്യപ്പെട്ട ഇസ്ലാം നമ്മളോട് പറയാണ്, ആ ഖുർആൻ ഇറങ്ങിയ മാസം നിങ്ങൾ പകലുകളിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ലൈംഗികത പാടില്ല. അപ്പൊ ഇത് കാണുമ്പോൾ ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോ ഒരു പക്ഷേ നമുക്ക് അതിലൊരു വൈരുദ്ധ്യം ഉള്ളതുപോലെ തോന്നാം. കാരണം ഭക്ഷണത്തെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഖുർആൻ ഇറങ്ങിയതിന്റെ സന്തോഷം കൊണ്ട് നിങ്ങൾ ധാരാളം ഭക്ഷണം കഴിച്ചോളൂ എന്നല്ലേ പറയേണ്ടത് എന്ന് തോന്നാം. പക്ഷെ പറഞ്ഞത് തിരിച്ചാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് നമുക്കറിയണമെങ്കിൽ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ കൃത്യതയുള്ള വേറെ ചില വിചാരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരാകുന്ന നമ്മൾ കേവലം ഭൗതികമായിട്ടുള്ള ഒരു സൃഷ്ടിയല്ല എന്നുള്ളതാണ്. നമ്മുടെ സൃഷ്ടിപ്പ് അല്ലാഹു ആരംഭിച്ചിട്ടുള്ളത് കളിമണ്ണിൽ നിന്നാണ്. ആ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ശരീരം അതെപ്പോഴും മണ്ണിലേക്ക് തന്നെയാണ് നമ്മെ ആകർഷിക്കുക. അത് ഭൗതികതയിലേക്കാണ് നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അത് ദുനിയാവിന്റെ സുഖങ്ങളിലേക്കാണ് എപ്പോഴും നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ കളിമണ്ണ് മാത്രമല്ല, അതിനപ്പുറത്ത് സുമ്മ സവ്വാഹു, അതിനെ നേരെയാക്കിയിട്ടുണ്ട്, ചൊവ്വാക്കിയിട്ടുണ്ട്. ഫനഫഖ ഫീഹി മിർ റൂഹിഹി,
അള്ളാഹു അവന്റെ റൂഹിൽ നിന്ന്, അവന്റെ ആത്മാവിൽ നിന്ന് ഈ ജീവനുള്ള കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി, പിന്നെ അതിന് ജീവൻ നൽകി. ആ ജീവനുള്ള ജീവിയിലേക്ക് അള്ളാഹു റൂഹിനെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഭൗതികതക്കപ്പുറത്ത് എന്തുണ്ട്? നമ്മുടെ റൂഹ് ഉണ്ട് എന്നതാണ്. ഞാനാണെന്ന് പറയുന്നത് എന്നിൽ റൂഹ് ഉണ്ടാകുമ്പോഴാണ്. നമ്മളാകുന്നത് റൂഹുള്ളപ്പോഴാണ്. ആ റൂഹ് പോയി കഴിഞ്ഞാലോ? റൂഹ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മയ്യത്താണ്. മയ്യത്ത് എപ്പോഴാണ് എടുക്കുക? മയ്യത്ത് എപ്പോഴാണ് കുളിപ്പിക്കുക? എപ്പോഴാണ് മയ്യത്ത് നിസ്കാരം? ഇങ്ങനെയാണ് പിന്നെ ചോദിക്കുക. പിന്നെ ആളെ പേരില്ല. ബാപ്പൻ എപ്പോഴാ കുളിപ്പിക്കുക എന്ന് ചോദിക്കൂല. ഉമ്മൻ എപ്പോഴാണ് ഖബറിൽ വെക്കുക എന്ന് ചോദിക്കൂല. ജനാസ നമസ്കാരം എപ്പോഴാണ്? ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പൊ റൂഹ് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം ഭംഗിയായി വൃത്തിയായി ഈ ഭൂമിയിൽ തന്നെ സംസ്കരിക്കേണ്ടതാണ്. ആ റൂഹാണ് നമ്മളുടെ സത്ത് എന്ന് പറയുന്നത്, സോൾ, ആത്മാവ്. ആ സത്ത് പോയി എന്നാണ് മരിച്ചാളെ കുറിച്ച് പറയുന്നത്. അതാണ് ചത്തുപോയി എന്നായത്. ഈ സോൾ, ആത്മാവ് ശരീരത്തെ വിട്ടുപോയപ്പോ ചത്തുപോയി എന്ന് പറയാനുള്ള കാരണം ഈ സത്ത് പോയി എന്നാണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നതാണ് ഭൗതികതയുടെ പരിമിതി എന്ന് പറയുന്നത്. ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ പരിമിതി എന്താണ്? അവർക്കിടയിൽ തന്നെ, നമുക്കിടയിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യർ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട്, ഈ ശരീരത്തെ നിശ്ചലമാക്കിക്കൊണ്ട്, എല്ലാ വിഭവങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് അവരിൽ നിന്ന് കടന്നു പോയത്, ആ പോയവരെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല. എങ്ങോട്ടായിരിക്കും ഈ പോക്ക് എന്ന് ഇവരും പറയും. പോയി എന്ന് തന്നെയാണ് പറയും. മരിച്ചുപോയി, ചത്തുപോയി, പാസ്ഡ് അവേ, പോയി എന്നല്ല അവർ പറയണത്. എങ്ങോട്ട് എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ റൂഹ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഭൗതികതക്കപ്പുറത്ത് നമുക്ക് ഒരു റൂഹുണ്ട്. ഭൗതികതക്കപ്പുറത്ത് നമുക്കൊരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ സംസ്കരിക്കുന്നവനാണ് വിജയിക്കുന്നവൻ. ആ ആത്മാവിനെ ആരാണോ ശുദ്ധീകരിക്കുന്നത്, വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആ നഫ്സിനെ, അതിനെ സൃഷ്ടിച്ചവൻ, അതിനെ ചൊവ്വാക്കിയവൻ, അതിന് നല്ലതും ചീത്തയും എന്താണ് എന്ന് ഇൽഹാം നൽകിയവൻ. അള്ളാഹു പറയാണ്, ആരാണോ അതിനെ ശുദ്ധീകരിച്ചത് അവൻ വിജയിച്ചിരിക്കുന്നു. ആരാണോ അതിനെ മലിനമാക്കിയത് അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ റൂഹിനെ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. നമ്മുടെ ആത്മാവിനെ നമുക്ക് സംസ്കരിക്കേണ്ടതുണ്ട്. നമ്മുടെ ആത്മാവിനെ നമുക്ക് ശുദ്ധിയാക്കി വെക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദം. ശൈത്വാൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നിടത്തുകൂടെയൊക്കെ സഞ്ചരിക്കും. മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നിടത്തുകൂടെയൊക്കെ ശൈത്വാൻ സഞ്ചരിക്കും. നിങ്ങൾ വിശപ്പ് കൊണ്ട് ശൈത്വാന്റെ സഞ്ചാര വഴിയിൽ തടസ്സം സൃഷ്ടിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ കാണാത്ത ഒരു ലോകമുണ്ട്, അഭൗതികമായ ഒരു ലോകം. അഭൗതികമായ സൃഷ്ടികളുണ്ട്. ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്. ജിന്നുകളിൽ തന്നെ നല്ല ആളുകളുണ്ട്, ശൈത്താന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്തു നിന്നും നമ്മുടെ ജീവിതവുമായി ചില ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ തടസ്സപ്പെടുത്താൻ, പൈശാചികമായ ഈ പ്രേരണകളെ തടുത്തു നിർത്താൻ നിങ്ങൾ വിശപ്പ് കൊണ്ട് ശൈത്താന്റെ സഞ്ചാര വഴിയിൽ തടസ്സം സൃഷ്ടിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതിനാണ് നോമ്പ് നോൽക്കുന്നത്. ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല. ആരോഗ്യം ഉണ്ടാവുക എന്നൊരു ഫലം കിട്ടുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അതൊരു ബോണസാണ്. ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. പ്രകൃതി ഉത്സവന്മാരൊക്കെ അവരുപവാസം, നിരാഹാരം, എന്നാ പിന്നെ അതുപോലൊരു സംഗതി എന്നുള്ള നിലക്കല്ല.
ഇനി വൈദ്യശാസ്ത്രത്തിന്റെ ആളുകളൊക്കെ പറയുന്നു നോമ്പ് നല്ലതാണ്, കൊല്ലത്തിലൊരിക്കലെങ്കിലും നോമ്പെടുത്താൽ ശരീരത്തിന് നല്ലതാണ്. ആയിക്കോട്ടെ, അതൊരു അധിക ഫലം മാത്രമാണ്. ലോകത്തുള്ള എല്ലാവരും കൂടിയാലോചന നടത്തിയിട്ട് മനുഷ്യ നിന്റെ ശരീരത്തിന് നോമ്പെടുക്കല് ദോഷമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പ് നിർത്തൂല. കാരണം നമ്മുടെ നോമ്പ് എന്തിനാണ്? നമ്മുടെ നോമ്പ് നമ്മുടെ റൂഹിനെ ശുദ്ധീകരിക്കാനാണ്, നമ്മുടെ ആത്മാവിനെ നന്നാക്കിയെടുക്കാനാണ്. നമുക്ക് ചില കരുത്ത് ലഭിക്കേണ്ടതുണ്ട്, അതിനാണ്. ആ ഒരു റൂഹിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ്, പരിഗണിക്കുന്നവർക്ക് മാത്രമാണ് നോമ്പ് എന്തിനാണ് എന്ന് മനസ്സിലാവുള്ളൂ. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. നിങ്ങൾ നോക്കൂ, സൂറ ഫത്ഹ്, അതിന്റെ തുടക്കം തന്നെ ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, വളരെ വ്യക്തമായ ഒരു വിജയം നിശ്ചയമായിട്ടും നാം നിനക്ക് സുനിശ്ചിതമായ ഒരു വിജയം തന്നിരിക്കുന്നു. എപ്പോഴാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ കൂടെ വല്ലാത്ത ആഗ്രഹത്തോടു കൂടിയിട്ട് മക്കയിലേക്ക് പോവുകയാണ്. മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉംറ, കഅബ, തവാഫ് എന്നതിനൊക്കെ കൂടെ അവരുടെ ജന്മനാട്ടിലേക്കുള്ള ഒരു പോക്ക് കൂടിയാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് സ്വദേശം വെടിഞ്ഞ് അവർ മദീനയിലേക്ക് വന്നതാണ്. പിന്നെ അവർ കണ്ടിട്ടില്ല സ്വന്തം നാടിന്. അതൊന്ന് കാണുക എന്നതും കൂടി അവരുടെ വല്ലാത്തൊരാഗ്രഹമാണ്. പക്ഷേ പോണ വഴിയിൽ അവർ തടയപ്പെടുകയാണ്. അങ്ങനെ തടയപ്പെട്ടപ്പോ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് അയച്ചു, മക്കയിലേക്ക്. അന്വേഷിക്കാൻ പോയ ആളെയും കാണുന്നില്ല. അങ്ങനെ ആകപ്പാടെ പ്രയാസപ്പെട്ട ഒരു സന്ദർഭം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ വധിച്ചു കളഞ്ഞിട്ടുണ്ടാകും എന്ന് ഇവർക്ക് തോന്നി. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ എല്ലാവരെയും ഒരു മരത്തിന്റെ ചോട്ടിൽ ഒരുമിച്ച് കൂട്ടി ഒരിക്കൽ കൂടി അവരുടെ നേരെ കൈനീട്ടി ബൈഅത്തിന്. എല്ലാവരും അനുസരണ പ്രതിജ്ഞ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു മെസ്സഞ്ചർ എന്നുള്ള നിലയിൽ അവരാദരിക്കേണ്ടതാണ്, ബഹുമാനിക്കേണ്ടതാണ്. അതാണ് ലോക നിയമം, അന്താരാഷ്ട്ര നിയമം അതാണ്. പണ്ടും ഇന്നും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ അവർ കൊലപ്പെടുത്തിയെങ്കിൽ നമ്മൾ യുദ്ധത്തിനൊന്നും വന്നതല്ല, കയ്യിൽ ആയുധമില്ല, പടയൊരുക്കമില്ല. പക്ഷെ എന്നാൽ പോലും പകരം ചോദിക്കാതെ പോകാനാവില്ല. രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, രണ്ട് ആൾക്കൂട്ടങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല. വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടമാണ് മദീനയിലെ. ആ ഭരണകൂടത്തിലെ ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ ഭരണകൂടത്തിനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭരണാധികാരിക്കുണ്ട്. ആയുധമില്ലാത്ത സഹാബിമാരോട് അനുസരണ പ്രതിജ്ഞ വാങ്ങി. അതാണ് ബൈഅത്തുർ റിദ്വാൻ എന്നറിയപ്പെടുന്നത്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. അവിടെ മറ്റൊരു ഏറ്റുമുട്ടലിന്റെ ആവശ്യമുണ്ടായില്ല. പക്ഷേ മുശ്രിക്കുകളുടെ നേതാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധിയിൽ ഏർപ്പെടാൻ തീരുമാനിച്ചു. ആ സന്ധി വ്യവസ്ഥകൾ ഓരോന്നും എഴുതി തയ്യാറാക്കി. ആ എഴുതി തയ്യാറാക്കിയ ഓരോ വ്യവസ്ഥയും വായിച്ചാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രകടമായിട്ട് മനസ്സിലാവും അതൊക്കെ മുസ്ലിങ്ങൾക്ക് എതിരായതാണ്, പ്രതികൂലമായതാണ്, പ്രത്യക്ഷത്തിൽ തന്നെ പരാജയപ്പെട്ട കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുക. അതുകൊണ്ട് തന്നെ ആ സന്ധിയിൽ ഒപ്പിട്ട് ഇത്തവണ ഉംറക്ക് പോകരുത് എന്നാണ് ഒന്നാമത്തെ തന്നെ അതിലുള്ള വ്യവസ്ഥ. ഇവര് വളരെ പ്രതീക്ഷയോടുകൂടി വന്നതാണ്. പക്ഷെ ഉംറക്ക് പോകരുത്. അവർക്ക് ഇച്ഛാഭംഗം ഉണ്ടാകാൻ വേറെന്ത് വേണം? പിന്നെ അടുത്ത കൊല്ലം വരാം. അതുപോലെ തന്നെ മദീനയിൽ നിന്ന് ഒരാൾ മക്കത്തേക്ക് വന്നാൽ തിരിച്ചയക്കേണ്ടതില്ല, പിടിച്ചുവെക്കും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആരെങ്കിലും പോയാലോ അവരുടനെ മക്കയിലേക്ക് തിരിച്ചയക്കണം. ഇങ്ങനെയുള്ള വ്യവസ്ഥകളാണ്. ആ വ്യവസ്ഥകൾക്കൊക്കെ ശേഷം, ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിന് ശേഷം അന്ന് ഒരുപാട് വൈകാരികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ആ സന്ദർഭത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. സഹായം ചോദിച്ച്, അഭയം ചോദിച്ചെത്തിയ അബൂജന്തലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരെയും കണ്ട് ആഹ്ലാദത്തോടെ സന്തോഷത്തോടു കൂടി വന്ന അബൂജന്തൽ ചങ്ങല പൊട്ടിച്ചു വന്നതാണ്. ആ ചങ്ങലയുടെ ബാക്കി കാലിലുണ്ട്. അപ്പോഴും പ്രതീക്ഷാപൂർവം വന്ന അബൂജന്തലിനോട് തിരിച്ചു പോയിക്കോ, നമ്മൾ കരാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന രംഗമൊക്കെയുണ്ട്.
അതിനുശേഷം നമുക്കിത്തവണ ഉംറയ്ക്ക് പോകാൻ കഴിയില്ല. നമ്മളെല്ലാവരും തലമുണ്ടനം ചെയ്യണം. പുരുഷന്മാർ കൂടെ കൊണ്ടുവന്ന ബലിമൃഗത്തെ അറുക്കണമെന്ന് പറഞ്ഞപ്പോ സഹാബിമാരെല്ലാവരും നിസ്സംഗരായി സ്തംഭിച്ചു നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യം ആവർത്തിച്ചെങ്കിലും ഒന്നും നടക്കുന്നില്ല. അങ്ങനെ പ്രയാസപ്പെട്ടപ്പോഴാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നബി പത്നിയായിട്ട് അന്ന് കൂടെ ഉണ്ടായിരുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, റസൂലേ, അങ്ങനെ അവരോട് പറയണ്ട, അങ്ങ് അവരുടെ മുമ്പിൽ സ്വയം തലവടിക്കുക, സ്വന്തം ബലിമൃഗത്തെ അറുക്കുക, അങ്ങനെ ചെയ്താൽ മതി എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അഭിപ്രായം സ്വീകരിച്ച് അപ്പോഴാണ് എല്ലാവരും ആ കൽപ്പന പാലിക്കാൻ തയ്യാറായത്. ഇങ്ങനെ തിരിച്ചു പോകുമ്പോ അല്ലാഹ് പറയാണ്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ, മഹത്തരമായ വിജയം. ഇതെന്ത് വിജയാണ്? അള്ളാന്റെ ദൂതരെ, ഇത് വിജയാണോ എന്ന് ചോദിച്ചു. ഇതെന്ത് വിജയാണ്? അതെ, അത് വിജയമാണ്. അത് വിജയമാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ഭൗതികമായിട്ടുള്ള കാര്യകാരണങ്ങൾക്കപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അഭൗതികമായ ആത്മീയമായ ഒരു ലോകമുണ്ട്, ഘടനയുണ്ട്, വ്യവസ്ഥയുണ്ട്. അതൊക്കെ സംരക്ഷിക്കുന്ന, നടപ്പിലാക്കുന്ന അള്ളാഹുവുണ്ട്, അവന്റെ സൈന്യമുണ്ട് എന്ന ബോധ്യം ഉണ്ടാകും. അപ്പോഴത് മനസ്സിലാവുള്ളൂ. ഇസ്ലാമിന്റെ നിയമങ്ങൾ, അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്വലാത്തിനെ സംബന്ധിച്ച്, നമസ്കാരത്തെ സംബന്ധിച്ച്, സൗമിനെ സംബന്ധിച്ച്, ഹജ്ജിനെ സംബന്ധിച്ച്, തവാഫിനെ സംബന്ധിച്ച്, സഈനെ സംബന്ധിച്ച് ഭൗതികമായിട്ട് നമുക്ക് അതിലൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. എന്തിനാണ് ഇങ്ങനെ ചുറ്റുന്നത്? എന്തിനാണ് സഫാ മർവക്കിടയിൽ ഓടുന്നത്? അല്ലെ, എന്തിനാണ് പകലുകളിൽ വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ലൈംഗികതയില്ലാതെ എന്തിനാ ജീവിക്കുന്നത്? അത് മനസ്സിലാവണമെങ്കിൽ അതിനപ്പുറത്തുള്ള ഒരു ലോകത്തെ മനസ്സിലാകണം. പക്ഷേ ആ ആയത്തുകളിൽ പറഞ്ഞത് സത്യമാണ് എന്ന് അധികം വൈകാതെ തന്നെ സമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ് ചരിത്രം. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് ലഭിച്ചു. അള്ളാഹുവിന്റെ ദൂതൻ നബിയായി. ആദ്യമായിട്ട് ഇറങ്ങിയത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആ ആയത്തുകൾ, 5 ആയത്തുകൾ ഇറങ്ങിയതിനു ശേഷം യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന സൂറ മുദ്ദസ്സിർ ഇറങ്ങി. അതിനുശേഷം ഒരു നിവേദന പ്രകാരം സൂറ അൽ ഖലം, അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായ പ്രകാരം സൂറ അൽ മുസമ്മിൽ. ആ സൂറ മുസമ്മിൽ അത്രയും ഉടനെ ഇറങ്ങിയിട്ടുള്ളത്. അതിൽ അല്ലാഹു പറയുന്നത്, ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവിൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. എന്തിനാണ്? അള്ളാഹുവിന്റെ ദൂതരോട് അല്ലാഹു പറയാണ്, താങ്കൾക്ക് വളരെ ഗൗരവപ്പെട്ടത്, കനപ്പെട്ടതായ ഡ്യൂട്ടി തരാൻ പോവുകയാണ്. പകലുകളിൽ അങ്ങേക്ക് വലിയ ഭാരമുള്ള ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്തു വേണം? രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കണം. നമ്മളെന്താ പറയാ? പകല് വലിയ പണിയുണ്ടെങ്കിൽ രാത്രി വേഗം കിടന്നുറങ്ങണമെന്നല്ലേ പറയാ? പകല് ഭാരിച്ച പണിയുണ്ടെങ്കിൽ രാത്രി കുറച്ച് അധികം ഉറങ്ങണമെന്നല്ലേ പറയാ? പകല് യാത്രയുണ്ടെങ്കിൽ രാത്രി ഉറങ്ങണമെന്നല്ലേ പറയാ? അല്ലാഹു പറയാണ്, നിനക്ക് വലിയ ഭാരം വരാൻ പോവാണ്. അതുകൊണ്ട് നീ എഴുന്നേൽക്കുക, നിന്ന് നമസ്കരിക്കുക. നിസ്ഫഹു അവിൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി. രാത്രിയുടെ പകുതി, അല്ലെങ്കിൽ അല്പം കൂടുതൽ, അല്ലെങ്കിൽ അല്പം കുറവ്. നീ ഖുർആൻ ഇങ്ങനെ നിർത്തി നിർത്തി സാവകാശം പാരായണം ചെയ്തുകൊണ്ട് രാത്രി നിന്ന് നമസ്കരിക്കുക. ഇതൊരു ഭൗതികവാദിക്ക് മനസ്സിലാവൂല. കാരണം പകല് പണിയുണ്ടെങ്കിൽ രാത്രി കൂടുതൽ ഉറങ്ങാനാണ് അയാൾ പറയാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലിയ ഭാരം വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നീ രാത്രി നിന്ന് നിസ്കരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് കുറച്ച് മാംസം കൊടുത്തേൽപ്പിച്ചു. ഇത് വിതരണം ചെയ്തു ആയിഷ. അങ്ങനെ മാംസമൊക്കെ വിതരണം ചെയ്ത് ആയിഷ റളിയല്ലാഹു അൻഹ പണിയൊക്കെ നല്ല വൃത്തിയിൽ നിർവഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയടത്തുനിന്ന് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, ആയിഷ, എന്താണ് ബാക്കിയുള്ളത്? അപ്പൊ ബാക്കിയുള്ള മാംസഭാഗം കാണിച്ചു ആയിഷ റളിയല്ലാഹു അൻഹ. ഇത് ബാക്കിയുണ്ട് റസൂലേ. അപ്പൊ റസൂല് പറഞ്ഞു, ആയിഷ, അതല്ലാത്തതെല്ലാം ബാക്കിയുണ്ട് കേട്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ കൊടുത്തതാണ് ബാക്കി എന്ന്, കൊടുക്കാതെ കൈവശം വെച്ചതാണ് ബാക്കിയില്ലാത്തത് എന്ന് ഈ ലോകത്തെ കുറിച്ച് മാത്രം പറയുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല.
ആകാശത്തിനും ഭൂമിയിലും ഇടയ്ക്ക് മാത്രമാണ് ജീവിതം, ദുനിയാവിലേത് മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവൂല. കൊടുത്തതാണ് ബാക്കിയുള്ളത്, ചെലവഴിച്ചതാണ് ബാക്കിയുള്ളത്. നമ്മുടെ കീശയിലുള്ളത് അനന്തരാവകാശികളുടെ സ്വത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളില് അനന്തരാവകാശികളുടെ സ്വത്തിനെ സ്നേഹിക്കുന്നവരാരാണ്? അതെങ്ങനെ റസൂലെ? അനന്തരാവകാശിന്റെ സ്വത്തിനെയാണോ സ്നേഹിക്കുക? റസൂൽ പറഞ്ഞു, നിങ്ങളുടെ കീശയിലുള്ള പണം, നിങ്ങളുടെ പെട്ടിയിലുള്ള പണം, നിങ്ങൾ സൂക്ഷിച്ചു വെച്ച പണം, നിങ്ങളുടെ റൂഹ് ശരീരം വിട്ട് പിരിയുന്ന ആ നിമിഷം മുതൽ പിന്നെ അനന്തരാവകാശിക്കുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കുള്ളത് ഏതാണ്? നിങ്ങൾക്കുള്ളത് നിങ്ങൾ കൊടുത്തു തീർത്ത പണമാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു തീർത്തതാണ്. സക്കാത്തായിട്ട്, സദഖയായിട്ട്, വഖഫായിട്ട്, ഭക്ഷണം നൽകലായിട്ട്, നോമ്പ് തുറയായിട്ട്, അങ്ങനെ 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 അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളാണ്. അതിലൂടെയൊക്കെ കൊടുത്ത പണമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. നിങ്ങളുടെ കൈവശമുള്ളത് അനന്തരാവകാശികളുടേതാണ്. അപ്പോൾ ഈ ലോകത്തെ ജീവിതത്തിനപ്പുറത്ത് നമുക്കൊരു ലോകമുണ്ട്. ഈ ലോകത്തെ സങ്കടങ്ങൾ അത് നൈമിഷികമായ സങ്കടങ്ങളാണ്. എത്ര കൊല്ലം ഉണ്ടാവും ഈ ദുനിയാവിലെ സങ്കടം? എത്ര കൊല്ലം ഉണ്ടാവും ഈ ദുനിയാവിലെ സന്തോഷം? എത്ര കൊല്ലം ഉണ്ടാവും? നമുക്ക് ഈ ലോകത്ത് ലഭിച്ച ആയുസ് എത്രയാണ്? 100 വയസ്സ് ഒരാൾക്കുണ്ടെന്ന് വിചാരിക്കുക. അത്ഭുതത്തോടെ നമ്മൾ പറയാം, അല്ലെ? 120 വയസ്സായ ഒരാൾ മരിച്ചപ്പോ പത്രത്തിൽ പറഞ്ഞു ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ ആള് മരിച്ചു. അത്രേ ഉള്ളൂ കാര്യം. പക്ഷേ ആ 120 വയസ്സുള്ള ആള് ഒരുപക്ഷെ 60 കൊല്ലം ഉറങ്ങിയിട്ടുണ്ടാവും. രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടുള്ള ആളാണെങ്കിൽ ബാക്കി 60 എത്രയോ ജീവിതത്തിലെ മറ്റു ദൈനംദിന കാര്യങ്ങളിലായിരിക്കും. സ്വസ്ഥതയോടെ, ഓർമ്മയോടെ, സ്വബോധത്തോടെ എത്ര കാലം ജീവിച്ചിട്ടുണ്ടാവും? എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഈ കഴിഞ്ഞ കാലത്തെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചു നോക്ക്. നമ്മുടെ ജീവിതത്തെ മൊത്തം ആലോചിക്കാൻ നമുക്ക് എത്ര സമയം വേണം? അല്പസമയം മതി. നമ്മുടെ സങ്കടങ്ങൾക്ക് അത്രേ ആയുസുള്ളൂ, നമ്മുടെ സന്തോഷങ്ങൾക്കും അത്രേ ആയുസുള്ളൂ. യഥാർത്ഥത്തിലുള്ള സങ്കടങ്ങൾ എവിടെയാണ്? യഥാർത്ഥത്തിലുള്ള സന്തോഷം എവിടെയാണ്? യഥാർത്ഥത്തിലുള്ള ടെൻഷൻ എവിടെയാണ്? യഥാർത്ഥത്തിലുള്ള ഹാപ്പിനെസ് എവിടെയാണ്? അത് മരണാനന്തര ജീവിതത്തിലാണ്. ഖാലിദീന ഫീഹാ അബദാ. അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്, അന്ത്യമില്ലാത്തതാണ്, ഒടുക്കമില്ലാത്തതാണ്. സന്തോഷങ്ങളാണെങ്കിൽ മടുപ്പില്ലാത്ത സന്തോഷമാണ്. ദുഃഖമാണെങ്കിൽ ആ ദുഃഖത്തിനും അറുതിയില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അവസാനിക്കാത്ത വിധം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജീവിക്കുകയുമില്ല, മരിക്കുകയുമില്ല എന്ന അവസ്ഥയിൽ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തെ ജീവിതത്തിന് അപ്പുറത്തുണ്ട് ചിലത് എന്ന് ബോധ്യം വരണം. അത് നമ്മളെ പഠിപ്പിക്കണം. നമ്മളെ തന്നെ പഠിപ്പിക്കേണ്ടത്, വേറെ ഒരാളെ അല്ല പഠിപ്പിക്കേണ്ടത്. ആ പാഠത്തിന് മുമ്പിൽ നമ്മുടെ സങ്കടങ്ങളുടെ കെട്ടുകളൊക്കെ നമുക്ക് വെക്കാൻ കഴിയണം. ആ പാഠത്തിന് മുമ്പിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ മുതലുകളും വെക്കാൻ കഴിയണം. എന്നിട്ട് ശാശ്വതമായ ലോകത്തെ സ്വീകരിക്കാൻ, ശാശ്വതമായ ഒരു ലോകത്തെ സങ്കടങ്ങളെ കുറിച്ച്, അവിടുത്തെ സന്തോഷത്തെ കുറിച്ച് ചിന്തിച്ച് ഇവിടുത്തെ ജീവിതത്തെ നന്നാക്കി തീർക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് പരിശുദ്ധ റമദാൻ മാസം നമ്മുടെ മുമ്പിൽ ഖദ് അദുല്ലുക്കും ശഹ്റുൻ അദീമുൻ മുബാറക്. നമ്മുടെ മുമ്പിൽ ഇതാ അനുഗ്രഹീതമായ മഹത്തരമായ ഒരു മാസം നിഴൽ വിരിച്ചിരിക്കുന്നു. ആ നിഴൽ വിരിച്ചത് അതിനു വേണ്ടിയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് 5 പാഠങ്ങളുണ്ട്. പരിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് 5 പാഠങ്ങൾ. അതിൽ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് അസ്സൗം എന്നത് തന്നെയാണ്. സൗം എന്ന് പറഞ്ഞാൽ ഇംസാഖ് എന്നാണ്, പിടിച്ചു വെക്കുക, നിയന്ത്രിക്കുക എന്നാണ്. എന്തിനെയാണ് നാം നിയന്ത്രിക്കേണ്ടത്? നമ്മുടെ ഇച്ഛയെയാണ് നാം നിയന്ത്രിക്കേണ്ടത്. ലോകത്ത് ഇബാദത്ത് ചെയ്യപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഇലാഹാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് അൽ ഹവാ, ദേഹേച്ഛയാണ്. ദേഹേച്ഛയാണ്. ജീവനുള്ളതും ഇല്ലാത്തതും വിഗ്രഹങ്ങളും അല്ലാത്തതും ഒക്കെ ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആരാധിക്കപ്പെടുന്നതിൽ ഏറ്റവും വെറുക്കപ്പെട്ടത്,
ഏതാണ് എന്ന് ചോദിച്ചാൽ ഉബിദ ഫിൽ ഹവ, അത് ഹവയാണ്, ദേഹേച്ഛയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ, ദേഹേച്ഛയെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തേ നീ ഇങ്ങനെ ചെയ്തത്? അങ്ങനെ ചെയ്യാനാണ് എനിക്ക് തോന്നിയത്. എന്തേ നീ പോയത്? അങ്ങോട്ട് പോയാലാണ് എന്റെ ഇഷ്ടം. എന്തേ നീ വരാഞ്ഞത്? എനിക്ക് വരാൻ തോന്നിയില്ല. ഇങ്ങനെ എന്റെ തോന്നലിനനുസരിച്ച്, എന്റെ ഇഷ്ടത്തിനനുസരിച്ച്, എന്റെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും എന്നതാണ് ഒരു മനുഷ്യൻ എങ്കിൽ അയാൾ ഇലാഹാക്കുന്നത് ആരെയാണ്? സ്വന്തം ഇച്ഛയെയാണ്. അപ്പൊ റമദാനിന്റെ ഇംസാക്ക് അല്ലെങ്കിൽ സൗം എന്ന പാഠം എന്താണ്? നമ്മുടെ മുമ്പിൽ ഭക്ഷണം റെഡിയാണ്. ആ ഭക്ഷണം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. എന്റെ മുമ്പിൽ വെള്ളമുണ്ട്, ആ വെള്ളം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. ഒരാളും എന്നെ തടയുകയില്ല. ആ ഭക്ഷണം കഴിക്കുന്നതോ വെള്ളം കുടിക്കുന്നതോ ഒരാളും കാണുകയില്ല. പക്ഷെ എന്നാലും എനിക്ക് വിശപ്പുണ്ടായിരിക്കെ, എനിക്ക് ദാഹമുണ്ടായിരിക്കെ, കയ്യിൽ വെള്ളവും ഭക്ഷണവും ഉണ്ടായിരിക്കെ ഞാൻ ഒരു ഇറക്ക് വെള്ളം പോലും, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുകയില്ല. ഞാൻ ഒരു മണി വറ്റുപോലും ഭക്ഷിക്കുകയില്ല. എന്തുകൊണ്ടാണ്? എന്റെ റബ്ബിന് അത് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ടാണ്. പകല് ഭക്ഷണം കഴിക്കുന്നത് എന്റെ റബ്ബിന് ഇഷ്ടമല്ല. അപ്പോൾ എന്റെ ഇഷ്ടത്തെ മാറ്റിവെച്ച് എന്റെ റബ്ബിന്റെ ഇഷ്ടമാണ് ഞാൻ സ്വീകരിക്കുക. എന്റെ റബ്ബിന്റെ ഇഷ്ടമാണ് ഞാൻ സ്വീകരിക്കുക. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കും. എന്തിനാണ്? ഇതുവരെ വിശപ്പ് സഹിച്ച നിനക്ക് ഒരു ഇശാ വരെ അങ്ങനെ ഇരുന്നൂടെ? ഇതുവരെ ദാഹം സഹിച്ച നിനക്ക് ഒരു ഇശാ വരെ അങ്ങനെ നിന്നൂടെ? നിൽക്കാനൊക്കെ കഴിയും, ശരീരത്തിന് താക്കത്തുണ്ട്. പക്ഷേ ഞാൻ നോമ്പ് തുറക്കുള്ള സമയമായോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നിയമം പഠിപ്പിക്കാൻ വന്ന തിരുദൂതര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നോമ്പ് തുറക്കാൻ തിരക്കാക്കണം, പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. അതിനുവേണ്ടിയാണ്. നട്ടപ്പാതിര നേരത്ത് നിന്ന് നമസ്കരിച്ച് ക്ഷീണിച്ച് കിടക്കുമ്പോ സുബഹിന്റെ മുമ്പ് എണീക്കാൻ തന്നെ കഴിയുന്നില്ല. എണീറ്റാൽ തന്നെ ഭക്ഷണമൊന്നും വേണമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ഒരു ചുളക്കാരക്കെങ്കിലും കഴിക്കും. എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ലേ എന്നതല്ല, എന്റെ റബ്ബിന് ഞാൻ അപ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്നാണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്റെ താല്പര്യത്തെ മാറ്റിവെച്ച് റബ്ബിന്റെ താല്പര്യത്തെ സ്വീകരിക്കാൻ ഞാൻ എന്റെ ശരീരത്തെ പാകപ്പെടുത്തുക, അതിന് ട്രെയിനിങ് നൽകുക, ട്രെയിൻ ചെയ്യുക എന്നതാണ്. അങ്ങനെ ഒരു മാസക്കാലം, അത് 29 ദിവസമാണെങ്കിലും 30 ദിവസമാണെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാൻ എന്റെ തടിയെ, എന്റെ ശരീരത്തെ ഞാൻ പരിശീലിപ്പിക്കുക എന്നതാണ് പരിശുദ്ധ റമദാൻ മാസത്തിലെ സൗം എന്ന് പറയുന്ന പാഠം. അത് വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതിനെക്കുറിച്ചാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്. വിശപ്പും ദാഹവും ഒക്കെ അള്ളാഹുവിന് വേണ്ടി ഞാൻ സഹിക്കും. ഞാൻ അള്ളാഹുവിന് വേണ്ടി ഭക്ഷണം കഴിക്കും. അള്ളാഹുവിന് വേണ്ടി ഭക്ഷണം ഒഴിവാക്കും. അള്ളാഹുവിന് വേണ്ടി ഭക്ഷണം ഒഴിവാക്കുമെന്ന് മാത്രമല്ല, അത്താഴം കഴിക്കുന്നത് എനിക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും ഒക്കെ ചെറുതെങ്കിലും ഒന്ന് കഴിക്കും. നോമ്പ് തുറക്കാൻ നേരത്ത് ഒട്ടുമേ ദാഹമില്ലെങ്കിലും ഒരല്പം വെള്ളം ഞാൻ കുടിക്കും. കാരണം എന്താണ്? എന്റെ റബ്ബിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടത്തെക്കാൾ അപ്പുറം. അല്ലാഹു അക്ബറാൻ. ഇങ്ങനെ 30 ദിവസം ഒരാൾ അയാളുടെ ശരീരത്തെ പാകപ്പെടുത്തിയാൽ പിന്നീട് അയാൾ തക്ബീർ ചൊല്ലും. തനിക്ക് സന്മാർഗം സിദ്ധിച്ചതിന്റെ പേരിലുള്ള തക്ബീർ. അതാണ് ശവ്വാലമ്പളി കണ്ടാലുള്ള തക്ബീർ, അല്ലെങ്കിൽ 30 തികഞ്ഞാലുള്ള തക്ബീർ. സ്വന്തം ശരീരത്തെ പഠിപ്പിച്ചതിന്റെ തക്ബീറാണ്. അതാണ് പെരുന്നാളിന്റെ തക്ബീർ എന്ന് പറയുന്നത്. ഇതാണ് റമദാനിലെ ഒരു പാഠം. റമദാൻ മാസത്തിലെ രണ്ടാമത്തെ ഒരു പാഠം തിലാവത്തുൽ ഖുർആൻ. കാരണം ഈ റമദാൻ മാസത്തിന്റെ പ്രത്യേകത തന്നെ എന്താണ്? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇത് അല്ലാഹു തആല ഖുർആൻ ഇറക്കിയ മാസമാണ്. 11 മാസവുമായി ഇതിന്റെ വ്യത്യാസം എന്താ? മുൻഗാമികൾ ഈ മാസം വരാൻ പ്രാർത്ഥിച്ചത് എന്തിനാ? ഈ മാസത്തെ അമലുകൾ കബൂലാക്കാൻ ദുആ ചെയ്തത് എന്തിനാ? അത് അള്ളാഹുവിന്റെ കലാം അവന് നമ്മളോട് പറയാനുണ്ട്. ആ പറയാനുള്ളതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറ ലുഖ്മാനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കടലിലെ മുഴുവൻ വെള്ളവും മഷിയായിട്ടെടുത്തു. ഈ കടലിനപ്പുറത്ത് 7 കടലുകളുടേത് വേറെയും എടുത്തു.
പിന്നെ മുഴുവൻ വനങ്ങളിലെയും മരങ്ങൾ എഴുത്താണിയായി ഉപയോഗിച്ചു. എന്നാലും അള്ളാഹുവിന്റെ കലാമ് അത് എഴുതിയാൽ തീരുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ കലാം എഴുതിയാൽ തീരൂല. പക്ഷെ നമ്മുടെ മുമ്പിൽ അള്ളാഹു അയച്ചു തന്ന പരിശുദ്ധ ഖുർആനിലെ അൽ ഫുർഖാനുൽ അദീമിലെ 6236 ആയത്തുകൾ അത് തന്നത് റമദാനിലാണ്. അങ്ങനെ തന്ന ഒറ്റ രാത്രിയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ, ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. അന്ധകാരത്തിന്റെ വഴിയറിയാത്ത അന്ധകാരത്തിന്റെ 1000 മാസത്തെക്കാൾ വെളിച്ചമായ നൂറായ പരിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ രാത്രി, അതാണ് മഹത്തരമായത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഖുർആനിൽ തന്നെ പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. രണ്ട് പേരിൽ ഖുർആൻ പറഞ്ഞു, അനുഗ്രഹീതമായ രാത്രി, വിധി നിർണയമായ രാത്രി. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ആ വിധി നിർണയ രാത്രി ഏത് എന്ന് നിനക്കറിയാമോ? അതാണ് പറഞ്ഞത് 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമായ രാവ്. അപ്പൊ ഖുർആനിന്റെ ഇറക്കം എന്നത് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ തിലാവത്ത് പരിശുദ്ധ റമദാൻ മാസത്തിലെ പ്രത്യേകമായ ഒരു പാഠമാണ്. എന്താണ് തിലാവത്ത് എന്ന് പറഞ്ഞാൽ? തലാ യത്ലു, നമ്മൾ പിന്തുടരുക, പിന്നാലെ കൂടുക എന്നാണ്. അത് കേവലമായ ഒരു പാരായണത്തിന്റെ പേരല്ല, പാരായണത്തിന്റെ മാത്രം പേരല്ല. പാരായണം പ്രധാനമാണ്, അർത്ഥമറിഞ്ഞ പാരായണം പ്രധാനമാണ്, അർത്ഥമറിയാത്ത പാരായണവും പുണ്യകരമാണ്. ഒരു ഹർഫിന് 10 ഇരട്ടി പുണ്യമുണ്ട്. ഒരു ഹർഫിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിഫ് ലാം മീം. ഇതൊരു ഹർഫാണെന്ന് ഞാൻ പറയില്ല. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അപ്പോൾ ഓരോ ഹർഫിനും 10 ഇരട്ടി പ്രതിഫലം. എന്നാൽ അലിഫ് ലാം മീം ഒരാൾ പാരായണം ചെയ്താൽ 30 ഇരട്ടി പ്രതിഫലം കിട്ടും. 30 ഇരട്ടി പ്രതിഫലം കിട്ടും. അതിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റും? അതിന്റെ അർത്ഥം ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ മുഫസ്സിരീങ്ങൾ പറയും. എന്നിട്ട് അവസാനം അല്ലാഹു അഅലം, ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറയാനേ കഴിയും. അലിഫ് ലാം മീം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണത്തിന്റെ ഉദാഹരണമായിട്ട് പറഞ്ഞ ഇത് മുതശാബിഹാത്തുകളിൽ പെട്ടതാണ്. അർത്ഥം അറിഞ്ഞൂടാ, ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയും. ഖുർആനില് ചില അധ്യായങ്ങളുടെയൊക്കെ തുടക്കത്തിൽ വന്നിട്ടുള്ള അക്ഷരങ്ങളാണ്, ഒറ്റ അക്ഷരങ്ങൾ. ആ ഒറ്റ അക്ഷരങ്ങൾ ഒറ്റയായി തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. സൂറത്തുൽ ഫീലിൽ നമുക്ക് കാണാം, അലം തറ കൈഫ ഫഅല റബ്ബുക. അവിടെ അലം എന്ന് നമ്മൾ വായിക്കുന്നത് ഇതേ അക്ഷരങ്ങളാണ്. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് അലിഫ് ലാം മീം. അലം എന്ന് വായിക്കുന്നില്ല, കാരണം അത് ഒറ്റയിട്ട അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങളുടെ അർത്ഥം നമുക്കറിയുമോ? ഇല്ല. പക്ഷെ എന്നാലും അത് പാരായണം ചെയ്താൽ പ്രതിഫലം ലഭിക്കും. അപ്പോൾ ഖുർആൻ പാരായണം പുണ്യകരമായ ഒരു കാര്യമാണ്. പക്ഷേ അർത്ഥം പഠിക്കുന്നത് എന്തിനാണ്? അത് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ല. അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തന്ന ഹുദയാണ്, സന്മാർഗമാണ്, വെളിച്ചമാണ്, വഴികാട്ടിയാണ്, ശിഫാ ആണ്. അല്ലാഹു നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിബന്ധങ്ങൾക്കും പരിഹാരമായി അയച്ചു തന്നിട്ടുള്ള ശിഫയാണ്, ശമനമാണ് ഈ ഖുർആൻ. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. അത് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ അർത്ഥം പഠിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതാണ്. നമുക്കൊരു കിതാബ് ഏതോ മലമുകളിൽ ഇറക്കി വെച്ചിട്ട് എടുത്തോളൂ എന്ന് നമ്മളോട് പറഞ്ഞതല്ല. ഈ കിതാബ് അല്ലാഹു തആല എങ്ങോട്ടാണ് ഇറക്കിയത്? പരിശുദ്ധ ഖുർആൻ പറയുന്നത് അലാ അബ്ദിഹി എന്നാണ്. അലാ അബ്ദിഹി ഇറക്കിയത് എങ്ങോട്ടാണ്? അള്ളാഹുവിന്റെ അടിമയുടെ മേലാണ് അത് ഇറക്കിയിട്ടുള്ളത്.
ആരാണ് അള്ളാഹുവിന്റെ അടിമയെന്ന് അവിടെ വിശേഷിപ്പിച്ചത്? റസൂലുള്ളയാണ്. യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നിങ്ങൾ ആ റസൂലിന്റെ വരവിന് മുമ്പ് കടുത്ത അന്ധകാരത്തിലാണ്, വഴികേടിലാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഈ ഖുർആൻ പാരായണം ചെയ്തു തന്ന, തിലാവത്ത് നടത്തി തന്ന റസൂൽ, നിങ്ങൾക്ക് ഈ കിതാബ് പഠിപ്പിച്ചു തന്ന റസൂൽ, ഈ കിതാബ് അനുസരിച്ചുകൊണ്ട് അതിന്റെ വ്യാഖ്യാനവും വിശദീകരണവും പറഞ്ഞു തന്നിട്ട് നിങ്ങളെ സംസ്കരിച്ചവനായ റസൂൽ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് നമുക്ക് ഖുർആൻ കിട്ടിയത്. അതുകൊണ്ട് റമദാനിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ ഇറക്കി കിട്ടിയ ആയത്തുകൾ, സൂറത്തുകളെല്ലാം ഓരോ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാമിന് പാരായണം ചെയ്തു കൊടുക്കുമായിരുന്നു എന്നാണ്. അങ്ങനെയാണ് നമ്മൾ അതിന് ഖത്തം തീർക്കുന്നത്. അപ്പൊ തിലാവത്ത് നടത്തണം. പക്ഷേ ആ തിലാവത്ത് കേവല പാരായണത്തിൽ ഒതുക്കരുത്. അതുകൊണ്ടാണ് തിലാവത്ത്, ഖിറാഅത്ത് എന്നല്ല, തിലാവത്ത് എന്നാണ്. അതിന്റെ പിന്നാലെ കൂടണം. അപ്പോൾ നമ്മുടെ നാവുകൊണ്ട്, ആദ്യമായി നമ്മുടെ കണ്ണുകൊണ്ട്, പിന്നീട് നാവുകൊണ്ട്, നമ്മുടെ കാതുകൊണ്ട് നാം ഓതുന്നത് നമ്മൾ തന്നെ കേൾക്കുന്ന രീതിയിൽ നമ്മുടെ കാതുകൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, ഖൽബ് കൊണ്ട്, ഹൃദയ സാന്നിധ്യമില്ലാതെ, മനസ്സാന്നിധ്യമില്ലാതെ ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുമ്പോ അലസന്മാരായി ചാരിയിരുന്ന് പാരായണം ചെയ്യരുത് എന്നാണ്. അതുകൊണ്ടാണ് ശുദ്ധി വേണമെന്ന് പറയുന്നത്. അത് പരമാവധി ഖിബലക്ക് അഭിമുഖമായിരുന്ന ഒരു ഇബാദത്തിലാണ് ഞാൻ എന്ന ബോധത്തോടെ പരിശുദ്ധ ഖുർആൻ മുസ്ഹഫ് കയ്യിലെടുത്തിട്ട് പാരായണം ചെയ്യുകയാണ്. ആ പാരായണം ചെയ്യുമ്പോ ഹൃദയ സാന്നിധ്യത്തോടു കൂടിയിട്ട് പാരായണം ചെയ്യണം. നമ്മുടെ ഖൽബിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഈ തിലാവത്ത് എന്ന് പറയുന്നതിൽ കണ്ണുകൊണ്ട്, നാവുകൊണ്ട്, കാതുകൊണ്ട്, മനസ്സുകൊണ്ട്, പിന്നീട് നമ്മുടെ അമലുകൾ കൊണ്ട് ഈ ഖുർആനിനെ പിന്നാലെ കൂടുക എന്ന് പറയുന്ന പണിയാണ് എടുക്കേണ്ടത്. തിലാവത്തുൽ ഖുർആൻ പരിശുദ്ധ റമദാൻ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നിങ്ങൾ ഈ വയല് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴി റോട്ടിൽ വെച്ച് നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ കണ്ടു എന്ന് വിചാരിക്കുക. നല്ല പരിചയമുള്ള ഒരാളെ നിങ്ങൾ കണ്ടു. നിങ്ങൾ എങ്ങനെയാ പോവാ? അയാളെ കാണാത്ത രീതിയിൽ മുഖം തിരിച്ച് നടന്നു പോകുമോ? അയാളെ പരിഗണിക്കാതെ പോകുമോ? അങ്ങനെ പരിചയമുള്ള ഒരാളെ കണ്ടിട്ട് കണ്ട ഭാവം നടിക്കാതെ പോയ ഒരാളെ കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായം ഉണ്ടാവൂല. എന്നാൽ നമ്മൾ ഖുർആൻ പാരായണത്തിൽ ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് പദങ്ങളുണ്ട്. ഖുർആനിനെ അറബി ഭാഷയിൽ തന്നെ പൂർണ്ണമായും പഠിക്കാൻ സാധിച്ചിട്ടുള്ള മഹാഭാഗ്യവാന്മാരെ സംബന്ധിച്ചല്ല ഞാൻ പറയും. അവർക്ക് ഏതായത്തും പരിചയമാണ്, ഏത് വാക്കുകളും പരിചയമാണ്, സുപരിചിതമാണ്. എന്നാൽ അങ്ങനെയൊന്നുമില്ലാത്ത സാധാരണ അത്രമേൽ പഠിക്കാൻ കഴിയാത്ത ആളുകൾ, ആ ആളുകൾക്കും പരിചയമുള്ളത് കുറെ ഉണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഒരു മനുഷ്യൻ ഈ സമുദായത്തിൽ ജനിച്ചു എന്ന് വിചാരിക്കുക. മദ്രസയിൽ പോയിട്ടില്ല, അറബി കോളേജിൽ പോയിട്ടില്ല, ഖുർആൻ സ്റ്റഡി സെന്ററിൽ പോയിട്ടില്ല, യാതൊരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും നേടിയിട്ടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ഒരാൾക്ക് പോലും പരിശുദ്ധ ഖുർആനിൽ നിന്ന് അറിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. 3 ജുസ് എങ്കിലും അയാൾക്ക് നിർബന്ധമായിട്ടും അറിയും. അതെങ്ങനെ 3 ജുസും ഒക്കെ ഒന്നും പഠിക്കാത്ത ആൾക്കറിയാം? അത് സിമ്പിളാണ്. എന്താണ്? 30 ജുസ് ആണ് ഖുർആനിലുള്ളത്, നമുക്കറിയാം. അതിന്റെ 10% 3 ജുസ്. ഈ 10% എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹു, റസൂല്, റബ്ബ്, മലായികത്ത്, ജന്നത്ത്, നാറ്, ആദം, ഇബ്രാഹിം, മൂസ, ഈസ, ഇങ്ങനെയുള്ള പദങ്ങളാണ്. ഇതറിയാത്ത ഏതെങ്കിലും ഒരു മാപ്പിള ഉണ്ടാവോ? അള്ളാഹ് എന്ന് പറഞ്ഞാൽ അതെന്താന്ന് ചോദിക്കോ? റസൂൽ എന്ന് പറഞ്ഞാൽ അതെവിടെയാന്ന് ചോദിക്കോ? അപ്പോൾ ഒരു സമുദായത്തിൽ ജനിച്ച ഏതൊരു മനുഷ്യനും അയാളുടെ നിത്യ സംസാരത്തിന്റെ ഭാഗമായിട്ട് അയാൾക്ക് കേട്ടാൽ മനസ്സിലാകുന്ന പദങ്ങൾ പരിശുദ്ധ ഖുർആനിലെ 10% എന്ന് പറഞ്ഞാൽ 30 ജുസുകളുള്ള ഖുർആനിന്റെ 3 ജുസ് അതാണ്. അപ്പൊ ഏതൊരാൾ തപ്പിത്തടഞ്ഞ് ഖുർആൻ ഓതുകയാണെങ്കിലും ആ പാരായണത്തിനിടയിൽ അല്ലാഹ് എന്ന് കാണും. അത് അയാൾക്ക് അറിയുന്ന വാക്കാണ്. റസൂൽ എന്ന് കാണും, അയാൾക്ക് അറിയുന്ന വാക്കാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകന്മാരുടെ പേരുകൾ അറിയുന്ന വാക്കാണ്. നമ്മളൊക്കെ ഓതുമ്പോൾ അതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ പരിചയമുള്ള വാക്കുകൾ കാണുമ്പോ നമ്മൾ പരിചയം നടിക്കുന്നില്ല. നമ്മളിങ്ങനെ ഓതി അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, നമ്മളങ്ങനെ ഓതുകയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അങ്ങനെ ഓതുകയാണ്. അവിടെ നമുക്കറിയുന്ന വാക്കുകൾ കാണുമ്പോ, ഖിറാഅത്ത് നടത്തുമ്പോ നിങ്ങൾ എന്തു വേണം? അതൊന്ന് നോക്കണം. അല്ലാഹു എനിക്കറിയുന്ന വാക്കാണ്, റസൂൽ എനിക്കറിയുന്ന വാക്കാണ്, ജന്നത്ത് എനിക്കറിയുന്ന വാക്കാണ്, അല്ലെ? അറിയുന്ന വാക്ക് കാണുമ്പോൾ ഒന്ന് അതിനെ പ്രത്യേകം നോക്കണം, പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ചാലോ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും അറിയാത്ത വാക്കുകൾ നിങ്ങളെ ഇങ്ങോട്ട് പരിചയപ്പെടും. ഒന്ന് പരീക്ഷിച്ചു നോക്ക്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾക്കറിയാത്ത വാക്കുകൾ നിങ്ങളെ ഇങ്ങോട്ട് പരിചയപ്പെടും. അങ്ങനെ തിലാവത്ത് നടത്തണം. ആ തിലാവത്ത് ബോധപൂർവം മനസാന്നിധ്യത്തോടുകൂടി അല്പസമയത്തിന് വേണ്ടി നീക്കി വെക്കുക. പരിശുദ്ധ റമദാനിന്റെ വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ പരമാവധി, ഒരു സീസണാണ് വിശ്വാസികളുടെ. സീസണിൽ ഏത് കച്ചവടക്കാരും വേറൊരു പണിക്കും പോകില്ല. കാരണം സീസൺ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ അത് വലിയ നഷ്ടമാണ്. ഇതുപോലെ വിശ്വാസികളുടെ സീസൺ ആയതുകൊണ്ട് പരമാവധി ഇത് തന്നെയാണ് പണി. ഞാൻ പറയാ, കയ്യിൽ പണമുള്ള ആൾക്കാര് പെരുന്നാളിന്റെ ഡ്രസ് ഇപ്പം പോയിട്ട് എടുക്കണം. ഈ ഒരാഴ്ച കൊണ്ട് കയ്യിൽ പൈസ ഉള്ള ആൾക്കാര് വേറെ എവിടുന്ന് വന്നിട്ടൊന്നും വേണ്ട. റമദാനില് സക്കാത്ത് കിട്ടിയിട്ട്, എന്തെങ്കിലുമൊക്കെ സക്കാത്തിന്റെ പൈസ കിട്ടിയിട്ട് കുട്ടിക്ക് വസ്ത്രം എടുക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഓലെ കുറിച്ചല്ല ഞാൻ പറയണത്. അങ്ങനല്ലാത്ത ആളുകൾ, സ്വന്തം പൈസ കൊണ്ട് ഡ്രസ്സ് എടുക്കുന്ന ആൾ ഇപ്പൊ തന്നെ പോയാൽ രണ്ട് കാര്യമുണ്ട്. ഒന്നിപ്പോ തിരക്കുണ്ടാവില്ല കൂടിയത്, മറ്റൊന്ന് റമദാനിന്റെ അവസാനത്തെ 10, അതിശ്രേഷ്ഠമായ അവസാനത്തെ 10, ഇത്തുക്കുമ്മിനാർ, നരകമോചനത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യേണ്ടുന്ന 10, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? റസൂൽ എന്താ ചെയ്തത്? ശദ്ദ മഅ്സർ, അരയുടുപ്പ്, ഈ നമ്മൾ കച്ച കെട്ടി ഇറങ്ങാന്ന് പറയും, അരയുടുപ്പ് മുറുക്കി കെട്ടി, ഐഖലാഹുല, കുടുംബക്കാരെ വിളിച്ചുണർത്തി, എന്നിട്ട് രാവിനെ ഹയാത്താക്കി അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഇത്തികാഫിരുന്നു. അങ്ങനെ ഏറ്റവും വിലപ്പെട്ട നേരം നമ്മൾ ഷോപ്പിങ്ങിന് പോകേണ്ടി വരൂല. അപ്പൊ ഇപ്പൊ തന്നെ ചെയ്തേക്ക. അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ തിലാവത്ത് പൂർണ്ണമായിട്ട് നമ്മൾ നടത്തുക. അതിൽ തന്നെ ഖുർആനിനെ മനസ്സിലാക്കാനും ഖുർആനിൽ നിന്ന് ഹിദായത്ത് സ്വീകരിക്കുവാനും എന്തെല്ലാം ചെയ്യണമോ അതൊക്കെ ചെയ്യാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഖുർആനിനെ മേലെ വെക്കുക എന്നതാണ്. നമ്മൾ പറയും നമ്മൾ പുറകെ പോയാൽ ഷോക്കേസിൽ ഖുർആൻ മേലെ തന്നെയാണുള്ളത്. അല്ല, നമ്മുടെ ഷോക്കേസിലുള്ളത് മുസ്ഹഫാണ്. നമ്മൾ മേലെ വെച്ചത് മുസ്ഹഫാണ്. ഈ ഖുർആനിന്റെ വചനങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ, അതാണ് മുസ്ഹഫ് എന്ന് പറയുന്നത്. എത്ര മുസ്ഹഫ് ഉണ്ട്? കോടാനുകോടിക്കണക്കിന് മുസ്ഹഫ് ഉണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ മുസ്ഹഫ് ഉണ്ടാവും, പള്ളിയിൽ ഒരുപാട് മുസ്ഹഫ് ഉണ്ടാവും. പക്ഷെ ഖുർആൻ ഒന്നേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഖുർആൻ ലോകത്ത് ഒരൊറ്റ ഒന്നേ ഉള്ളൂ. ആ ഒരൊറ്റ ഖുർആനിന്റെ പകർപ്പുകൾ അത് കടലാസിലാക്കി 2 ചട്ടയും വെക്കും, അതിനെ മുസ്ഹഫ് എന്ന് പറയും. അത് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ ഉണ്ടാവും, അതല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാകും, അത് നമ്മുടെ മെമ്മറി കാർഡിൽ ഉണ്ടാകും. അത് അങ്ങനെ പലയിടത്തും അത് സൂക്ഷിക്കാം. ഒരാൾ ഖൽബിൽ സൂക്ഷിച്ചാൽ ആ സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഹിഫ്ദ് എന്ന് പറയുന്നത്. സൂക്ഷിക്കുന്നവനെയാണ് ഹാഫിർ, സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് മേലെ വെക്കുന്നത്? മുസ്ഹഫ് മേലെ വെക്കുന്നുണ്ട്. നല്ല കാര്യം, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതൊരു അദബാണ്. എന്നാൽ ഖുർആൻ മേലെ വെക്കണം. ഖുർആൻ മേലെ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഖുർആനിന് പ്രഥമ സ്ഥാനം നൽകുക എന്നാണ്. കച്ചവടം തുടങ്ങാൻ പോണതിന്റെ മുന്നേ നോക്കണം ഖുർആനിൽ വല്ല നിയമമുണ്ടോ. കല്യാണം നടത്താൻ പോണതിന് മുന്നേ നോക്കണം ഖുർആനിൽ വല്ല നിയമമുണ്ടോ. അടുത്ത വീട്ടിലേക്ക് കയറണതിന്റെ മുന്നേ നോക്കണം എന്താണ് ഖുർആനിൽ അതിനെപ്പറ്റി പറഞ്ഞത്. അനന്തരാവകാശം ഓരി വെക്കുകയോ ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കെ തന്നെ മക്കൾക്ക് അതൊക്കെ വീതം വെച്ച് ഇവര് തല്ലുകൂടണ്ടെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന പരിപാടിയുണ്ട്. എന്താ ഖുർആനിൽ പറഞ്ഞത് നോക്കിയിട്ടുണ്ടോ? ഖുർആനിൽ എന്താണ് ഇതിനെ കുറിച്ച് പറഞ്ഞത്? ആ ഖുർആനിൽ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് ഹദീസിൽ. എന്താണ് കാരണം? അള്ളാഹുവിന്റെ റസൂലാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഈ ഖുർആൻ എന്താണെന്ന് ശരിക്കും പഠിപ്പിച്ചെന്ന് റസൂലുള്ളയാണ്. അള്ളാഹും റസൂലും എന്താണ് പഠിപ്പിച്ചത് എന്ന് നോക്കുക, അതിന് പരിഗണന കൊടുക്കുക.
അവരാണ് ഖുർആൻ മേലെ വെച്ചവർ. അല്ലാത്തവർ വെച്ചത് മുസഹഫാണ് മേലെ. ഇപ്പൊ മുസഹഫ് മേലെ വെക്കുന്നതിന് പുറമെ ഖുർആനിനെ മേലെ വെക്കുക, ഇത് ഏറ്റവും മഹത്തരമായ വചനമാണെന്ന് മനസ്സിലാക്കുക. ഇതിൽ ശിഫയുണ്ട് എന്ന ബോധ്യമുണ്ടാവുക. ഇത് അല്ലാഹു തആല എനിക്ക് അയച്ചു തന്ന ദിവ്യൌഷധമാണ് എന്ന് സംശയലേശമില്ലാതെ ഈമാൻ കൊള്ളുക. അങ്ങനെ വകുതുബിഹി, കിതാബുകളിലെ വിശ്വാസം ഈമാൻ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ എല്ലാം കൂടി ചേർന്നതാണ് തിലാവത്തുൽ ഖുർആൻ. അപ്പൊ റമദാനിലെ ഒരു പാഠം സൗമാണ്, രണ്ടാമത്തെ പാഠം തിലാവത്തുൽ ഖുർആൻ എന്നതാണ്. മൂന്നാമത്തെ പാഠം എന്താണ്? ഇൻഫാഖ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസമായാൽ അടിച്ചു വീശുന്ന കാറ്റുപോലെ ഉദാരനായിരുന്നു എന്നാണ്. അടിച്ചു വീശുന്ന കാറ്റുപോലെ ഉദാരനായിരുന്നു. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പല ആളുകളും പലതും കൊണ്ടുവന്നു കൊടുക്കും. അപ്പോൾ അതിങ്ങനെ മറുവശത്തൂടെ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കൊടുക്കണം എന്ന് പറയുമ്പോ, നമ്മളോട് കൊടുക്കണം എന്ന് പറയുമ്പോ ശൈത്താൻ നമ്മളോട് ഇങ്ങനെ തോന്നിക്കും, ഇതൊക്കെ പൈസക്കാരെ പറ്റി പറയട്ടോ, ഒരു കൊടുത്തോട്ടെ. അല്ല അല്ല, മുത്തഖീങ്ങളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്, യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. ക്ഷേമകാലത്ത് കൊടുക്കണം, സംശയമില്ല. ക്ഷാമകാലത്തും കൊടുക്കണം. ഉള്ളപ്പോൾ മാത്രമല്ല, ഇല്ലാത്തപ്പോഴും കൊടുക്കണം. അങ്ങനെ ഇല്ലാത്തപ്പോ കൊടുക്കുക. ഈ റമദാൻ മാസം കഴിയാൻ വീട്ടിലൊന്നുമില്ല എന്ന് വിചാരിച്ചു, ഒന്നുമില്ല, ഒരു സാധനമില്ല, വരുമാനമില്ല. അപ്പോഴാണ് മഹല്ല് കമ്മിറ്റി ഒരു റമദാൻ കിറ്റ് കൊണ്ടെത്തുന്നിരിക്കുന്നത്. പള്ളിയിൽ നിന്ന് കിട്ടിയൊരു കിറ്റാണ്, അതേ ഉള്ളൂ. ആ കിറ്റൊന്ന് പരതണം. അപ്പൊ പരതി നോക്കുമ്പോ അതിലൊരു ഈത്തപ്പഴത്തിന്റെ പാക്ക്, അത് കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, കോടിക്കണക്കിന് പൈസ കയ്യിലുള്ള ആൾക്കാർ കോഴിക്കോട് ബിഗ് ബസാറ് വെല്യങ്ങാടി പോയിട്ട് ഒരു ലോഡ് ഈത്തപ്പഴം എടുത്തിട്ട് വിതരണം ചെയ്യുന്നതാണോ ഈ റമദാനിൽ ഒരു വിഭവമില്ലാത്ത അവസ്ഥയിൽ കിട്ടിയ ആ ഭക്ഷണ കിറ്റിൽ നിന്ന് ഒരു ചെറിയ പാക്കറ്റ് 500 ഗ്രാമിന്റെ ഈത്തപ്പഴം എടുത്ത് വിതരണം ചെയ്യുന്നതാണോ പരലോകത്ത് തുലാസിൽ കൂടുതൽ കനം ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കിയേ. കൊടുക്കുക. അങ്ങനെ കൊടുത്തതാണ് ചരിത്രം. കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സ്വഭാവമാക്കി മാറ്റുക. ഇന്നതൊന്നുമില്ല, ഉള്ളത് കൊടുക്കുക. ഒരു 10ന്റെ പകുതി കൊടുക്കുക. ഒരു കൂട്ടാൻ വെച്ചാൽ കുറച്ച് വെള്ളം നീ അതിൽ കൂട്ടിക്കെട്ടോ. എന്തിനാണ്? അയൽവാസിക്ക് കൊടുക്കാനാണ്. ഇങ്ങനെ കൊടുക്കുക. ഇന്ന് കൊടുക്കുന്നത് മോശം, വാങ്ങുന്നത് മോശം, സൽക്കരിക്കുന്നത് അതിലേറെ മോശം. ഇത് നമ്മുടെ ജീവിതശീലമല്ല. അതുകൊണ്ട് ഇൻഫാഖ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക. പൈസ മാത്രമല്ല, ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കാം. അത് മാത്രമല്ല, അവർക്ക് പുസ്തകം കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക അധ്വാനം കൊടുക്കാം. കയ്യിൽ പൈസയൊന്നുമില്ല, അധ്വാനം കൊടുക്കാം. ഒരു സ്ഥലത്ത് പോയിട്ട് വീട് വൃത്തിയായി കൊടുക്കാം. വീട്ടിലുള്ള രോഗിയെ കുളിപ്പിച്ചു കൊടുക്കാം. അപ്പുറത്തെ വീട്ടിൽ ഇഫ്താർ നോമ്പ് നടക്കുകയാണ്, അവരെ പോയി സഹായിച്ചു കൊടുക്കുക. എന്താ ഉള്ളത്? അള്ളാഹു തന്നത് എന്താണോ അതിൽ നിന്ന് കൊടുക്കുക. നല്ല ബുദ്ധിയുള്ള ആളാണ്, ആളെ തെറ്റിക്കാനുള്ള വെളു പറഞ്ഞു കൊടുക്കുകയല്ല, നന്നാക്കാനുള്ള വെളു പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ കൊടുക്കലാണ് ഇൻഫാഖ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക. ഇതാണ് മൂന്നാമത്തെ പാഠം. നാലാമത്തെ പാഠം എന്ന് പറയുന്നത് തൗബയാണ്. നമ്മളിങ്ങനെ സിറാത്തുൽ മുസ്തഖീമിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹു കാണിച്ചെന്ന വഴി. പക്ഷേ ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മളെ വലിച്ചു താഴെയിടാൻ അള്ളാഹു തആലയോട് വെല്ലുവിളി നടത്തി ഇറങ്ങിപ്പോന്ന ഒരുത്തനുണ്ട്. അതാണ് ശൈത്താൻ, ഇബ്ലീസ്. ആ ശൈത്താൻ അവന്റെ സൈന്യങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വരും. എന്നിട്ട് നമ്മളെ പഴപ്പിക്കാൻ ശ്രമിക്കും. ഓരോരുത്തർക്ക് അനുസരിച്ച രീതിയിലാണ് ശൈത്താൻ പെരുമാറുക. നിങ്ങൾ കുട്ടികളോട് ശൈത്താനെ വരയ്ക്കാൻ പറഞ്ഞു നോക്ക്. ശൈത്താനെ വരയ്ക്കാൻ പറഞ്ഞ അങ്ങനെ വരയ്ക്കുക. ആകെ കണ്ടാൽ പേടിയാകുന്ന വികൃത രൂപം, വലിയ കൊമ്പൊക്കെ ഉള്ള ഒരു പ്രത്യേക ജന്തുവായിട്ടാണ് വരയ്ക്കുക. അങ്ങനെയാണോ ശൈത്താൻ? ശൈത്താൻ ഒരിക്കലും അങ്ങനെ വരൂല. അങ്ങനെ ഒരാളെടുത്ത് ശൈത്താൻ വന്നാൽ ശൈത്താന്റെ അടുത്ത് ആളുകളോട് രക്ഷപ്പെടൂലേ? ശൈത്താൻ വരിക വികൃത രൂപത്തിലല്ല, ഏറ്റവും ആകർഷകമായ രൂപത്തിലാണ്, മോഹിപ്പിക്കുന്ന രൂപത്തിലാണ്, ഏറ്റവും സുന്ദരമായ വേഷത്തിലാണ്. മോഹന വാഗ്ദാനങ്ങൾ അവർക്ക് വ്യാമോഹത്തിൽ അടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വരിക. അതിന് ഇവരടുത്ത് എങ്ങനെ വന്നത്? വന്നിട്ട് പറഞ്ഞത്, നിനക്ക് സ്വർഗത്തിൽ എല്ലാ കാലത്തും ജീവിക്കാം, നീ ആ പഴം തിന്നോന്നാണ്. പേടിപ്പിച്ചതല്ല, പ്രലോഭിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ പ്രലോഭനങ്ങളുമായിട്ട് നിങ്ങൾ വിചാരിക്കരുത് നിസ്കാരം ശീലമുള്ള ഒരാളത്തെ ശൈത്താൻ ഒരിക്കലും വന്ന് നിസ്കരിക്കണ്ടെന്ന് പറയൂല. അങ്ങനെ തോന്നുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല ഏത് ശൈത്താനാണ്. പിന്നെന്താ പറയാ, ഇനിയും സമയമുണ്ടല്ലോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാക്കാന്നാ പറയാ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പോയില്ല, അതും നമ്മൾ കേട്ടില്ല. നിസ്കരിക്കാൻ തന്നെ പോയാലോ? അങ്ങനെ പോയാ പിന്നെ ശൈത്താൻ വരിക, അപ്പുറത്തുപ്പുറത്തുള്ളൊക്കെ തന്നെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിർത്തൊന്ന് നന്നായിക്കോന്ന് പറഞ്ഞിട്ടാണ്. അല്ലദീനഹും യുറാഊൻ. അപ്പൊ ആള് കാണാൻ വേണ്ടിയിട്ടാവും പിന്നെ അവന്റെ നിസ്കാരം. ശൈത്താൻ വിജയിച്ച് പിന്നെ ശൈത്താൻ അവിടെ നിൽക്കൂല, അടുത്ത ആളത്തേക്ക് പോകും. അല്ലെങ്കിൽ അവരുടെ സൈന്യം വേറുള്ള ആൾക്കാരുടെ ഇപ്പൊ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മളെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിക്കും. ചിലപ്പോൾ ശിർക്ക് ചെയ്യിക്കും, ചിലപ്പോൾ കുഫർ ചെയ്യിക്കും, ചിലപ്പോൾ ഈ കുഫറും ശിർക്കിലൊന്നും വീഴാത്തവരോട് റിയാ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ലോകമാന്യം. ആളുകളൊക്കെ എന്നെ അഭിനന്ദിക്കണം, എല്ലാവരും എനിക്ക് അനുകൂലമായിട്ട് പറയണം, എല്ലാവരും എന്റെ പേരും പ്രശസ്തിയും എല്ലായിടത്തും കാണിക്കണം, ഇങ്ങനെയുള്ള ഒരു വിചാരം ഉണ്ടല്ലോ, റിയാ ശിർക്കുൽ അസ്ഗർ. അതിനു വേണ്ടിയിട്ടാണ് ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ റിയാഇന്റെ കോലത്തിൽ വരും, നിഫാഖിന്റെ കോലത്തിൽ വരും. നഫഖ് എന്ന് പറഞ്ഞാൽ തുരങ്കെന്നാണ്. അപ്പൊ പുറംഭാഗത്ത് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, ഉള്ളുകൊള്ളയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വരും. കള്ളം പറയുന്ന രീതിയിൽ വരും. അശ്ലീലങ്ങൾ കാണാൻ മൊബൈൽ ഉണ്ടല്ലോ കയ്യില്, അശ്ലീലങ്ങളുടെ രൂപത്തിൽ വരും. നഗ്നതാ പ്രദർശനങ്ങളുടെ രൂപത്തിൽ വരും. സഹോദരന്മാരെ, ലോട്ടറിയുടെ രൂപത്തിൽ വരും, ലോട്ടറിയുടെ രൂപത്തിൽ വരും, പലിശയുടെ രൂപത്തിൽ വരും. നിങ്ങൾ പീടിയെ പോയിട്ടുണ്ടെങ്കിൽ EMI-ന്റെ രൂപത്തിൽ വരും. പൈസ ഒന്നും വേണ്ട, ആദ്യം വേണ്ടത് സർവീസ് ചാർജ്, അതാണ് അവന്റെ പലിശ. പിന്നെ വേണ്ട കുറെ കടലാസിൽ ഒപ്പിടലാണ്. എന്താണ്? അടവ് തെറ്റിയാൽ ഇത്ര ശതമാനം പലിശ തരാന്ന്. ആരാത് വായിച്ചു നോക്കുന്നത്? രണ്ട് തെറ്റാവും ചെയ്യുന്നത്. ഒന്നാദ്യം സർവീസ് ചാർജിന്റെ പേരിൽ പലിശ കൊടുത്തു, രണ്ടാമത്തത് എന്താന്ന് ചോദിച്ചാൽ ഈ അടവ് തെറ്റാ പലിശ തരാം എന്ന് ഒപ്പിട്ട് കൊടുത്തു. അടവ് തെറ്റിയിട്ടില്ലെങ്കിൽ ആദ്യം കൊടുത്ത പലിശ തന്നെ മതി, അവർക്ക് സമാധാനം. ഇല്ലെങ്കിൽ പലിശ കൊടുക്കണം. അപ്പൊ നമുക്ക് എന്താണ് ലാഭം? നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ ആ പൈസ പോയിക്കോളല്ലോ എന്നുള്ളൊരു സമാധാനം. പൈസ ഇല്ലാണ്ട് സാധനം കിട്ടും, ഫ്രിഡ്ജ് കിട്ടും, വാഷിംഗ് മെഷീൻ കിട്ടും, അല്ലെ ജ്യൂസ് മേക്കർ കിട്ടും. ഈ റമദാനെങ്കിലും വീട്ടിലൊരു ഫ്രിഡ്ജ് വേണം, EMI എടുത്തിട്ട്. പല കോലത്തിലാണ് ഇബ്ലീസ് വരിക. അങ്ങനെ ശൈത്താൻ പലിശന്റെ രൂപത്തിൽ വരും, ലോട്ടറിയുടെ രൂപത്തിൽ. ഞാൻ പറഞ്ഞു, ചൂതാട്ടം വിൽക്കുന്ന ആൾക്കാർ പോലും നമ്മുടെ സമുദായത്തിൽ ഉമ്മത്ത് മുസ്ലിം നിസ്കരിക്കുന്നവരെ വരെ ലോട്ടറി വിൽക്കുക. അവർക്ക് അറിഞ്ഞുകൂടത് എന്താണ് കാരുണ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാര്. ഒരു കാരുണ്യം അതിലില്ല, ചൂതാട്ടമാണ്, മൈസറാണ്, അള്ളാഹു നിരോധിച്ച സാധനമാണ്. ആർക്കാണത് അറിയാം? പല രൂപത്തിലും ശൈത്താൻ വരും. അങ്ങനെ വന്ന് എന്റെ അടുത്ത് എങ്ങനെയോ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ എവിടെയോ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് എന്റെ വിചാരം കൊണ്ടോ നിയ്യത്തിലോ കർമ്മങ്ങളിലോ എന്തെങ്കിലുമൊക്കെ തകരാറ് പറ്റിപ്പോയിട്ടുണ്ടാകാം എന്ന തോന്നൽ, എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോ നമ്മൾ എന്തു പറയും? അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ പാപമോചനം തരണേ. എന്താ പാപമോചനം എന്ന് പറഞ്ഞാൽ? അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ഒരു മന്ത്രം മാത്രമല്ല, പാപമോചനം എന്നാണ്. ഇപ്പൊ ജയിൽ മോചനം എന്ന് കേട്ടിട്ടില്ല നിങ്ങള്? ജയിൽ മോചനം എന്ന് പറഞ്ഞാൽ ജയിലിൽ ഉണ്ടാവില്ലല്ലോ, പിന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് മോചിതനാവുമ്പോഴാണ് പാപമോചനം എന്ന് പറയുക. അപ്പൊ സിറാത്തുൽ മുസ്തഖീമാകുന്ന നേർരേഖയിൽ നിന്ന്, ആ ഹൈവേയിൽ നിന്ന് തെറ്റി വഴിമാറി മറ്റെവിടെയോ എത്തിപ്പെട്ടിരിക്കുകയാണ്. വഴി തെറ്റി എന്ന് തിരിച്ചറിഞ്ഞപ്പോ അവിടെ നിന്നു. പക്ഷെ അവിടെ നിന്നാ പോരാ, എവിടേക്ക് വരണം? എവിടെയാണോ തെറ്റിയത് അവിടേക്ക് തിരിച്ചു വരണം. ആ തിരിച്ചു വരവിന്റെ പേരാണ് തൗബ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസുഹാ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ എന്ത് വേണം? അള്ളാഹുവിലേക്ക് തിരിച്ചു വരണം, തൗബ ചെയ്യണം. ഇങ്ങനെ ഒരു മടങ്ങി വരവ് നിങ്ങൾക്ക് വേണം. തൗബ സ്വീകരിക്കണമെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ വലിയ ഖേദമുണ്ടാകണം. ആ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. ആ തെറ്റിനി ഒരിക്കലും ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം. ആളുകളോട്, പടപ്പുകളോട് ചെയ്ത തെറ്റാണെങ്കിൽ അവരോട് പൊരുത്തപ്പെടിക്കണം. അവരുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചതാണെങ്കിൽ കണക്ക് തീർത്തത് കൊടുക്കണം. ഇതാണ് തൗബയുടെ നിബന്ധനകൾ. പരിശുദ്ധ റമദാൻ മാസം തൗബയുടെ മാസമാണ്. അപ്പൊ ഒന്നാമത്തെ പാഠം സൗമാണ്, രണ്ടാമത്തത് തിലാവത്തുൽ ഖുർആൻ, മൂന്നാമത് ഇൻഫാഖ് ഫീ സബീലില്ലാഹ്, നാലാമത്തത് തൗബ. അഞ്ചാമത്തെ ഒരു പാഠം ദുആ ആണ്.
അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്നതാണ് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ നന്മകളും. എല്ലാം അല്ലാഹു ചെയ്തതാണ്. എല്ലാം അനുഗ്രഹമാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയാത്തത് പോലും അനുഗ്രഹമാണ്. ഉദാഹരണം, മറവി. നമ്മൾ വിചാരിക്കുന്നത് അതൊരു വലിയ ദോഷമാണെന്നാണ്. നമ്മുടെ വേദനകൾ, കഷ്ടപ്പാടുകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, മരണങ്ങൾ നമ്മൾ മറന്നില്ല എന്ന് വിചാരിക്കുക. എങ്ങനെ ഉണ്ടാവും നമ്മുടെ ജീവിതം? നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് മറക്കാനുള്ള കഴിവ് പോലും അള്ളാഹു തന്ന അനുഗ്രഹമാണ്. നമ്മുടെ കേൾവിക്കുറവ്, ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയില്ല, അള്ളാഹ് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. ഈ ഭൂമി തിരിയുന്ന ഒച്ചെങ്ങാനും നമ്മൾ കേട്ടിരുന്നെങ്കിലോ പിന്നെ നമുക്ക് വേറെന്തെങ്കിലും കേൾക്കുവോ? ഒന്നും കേൾക്കൂല. നമുക്ക് കാണാൻ കണ്ണിന് മറയുണ്ടെങ്കിൽ പിന്നെ അപ്പുറം കാണൂല. അങ്ങനെ ഒരു മറയില്ലാത്തൊരവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതെന്തുമാത്രം ദുഷ്കരമായിരിക്കും. അപ്പോൾ നമ്മുടെ കഴിവ് കുറവുകൾ പോലും അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളൊക്കെ തന്ന് മനുഷ്യവാസം ഭൂമിയിൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഭൂമിയെ വളരെ കൃത്യമായി ഒരുക്കി നിർത്തിയിട്ട് ഈ ഭൂമിയിലേക്ക് അള്ളാഹു നമ്മളെ മനുഷ്യരെ പറഞ്ഞയച്ചു. ഇത്രയൊക്കെ അനുഗ്രഹം ചെയ്ത അള്ളാഹു പിന്നെ നമ്മളോട് പറയാണ്, ഇനിയും നിങ്ങൾ ചോദിച്ചോളൂ, ഇനിയും നിങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ തരാം, ഞാൻ തരാം, മറുപടി തരാം, ചോദിച്ചോളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചോദ്യങ്ങൾ ഏറിയാൽ പടപ്പുകൾക്ക് വെറുപ്പാണ്. ചോദിച്ചില്ലെങ്കിലാണ് പടച്ചവന് വെറുപ്പ്. ചോദ്യം ഏറിയാൽ, നമ്മളോട് ഇപ്പൊ ഒരാളെന്തോന്ന് ചോദിച്ചു, രാവിലെ ചോദിച്ചു കൊടുത്തു, നമ്മള് കുട്ടികൾ എന്നാന്ന് വിചാരിക്കുക, ഉമ്മ ഇത് തരീന്ന് വന്ന് കൊടുത്ത് കുറച്ചതിന്റെ പിന്നെ ഉമ്മ ഞങ്ങൾക്ക് എല്ലാവരും ഒപ്പം തന്നെന്ന് ചോദിക്കൂലേ? പിന്നെയും ചോദിച്ചാലോ, പിന്നെ ചോദിച്ചവനെ ആട്ടി പറഞ്ഞേക്കൂലേ? അല്ലേ? മനുഷ്യന്മാർക്ക് ചോദ്യം ഏറിയ വെറുപ്പാണ്. ചോദ്യം എപ്പം കണ്ടാലും പായാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാർക്ക് ഇഷ്ടമുണ്ടാവും. പക്ഷെ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹിനോട് ചോദിക്കാത്തവരോടാണ് അള്ളാഹ്ക്ക് വെറുപ്പ്. നിങ്ങൾ ചോദിക്കാതെ പിന്തിരിയരുത്, അഹന്ത കാണിക്കരുത് എന്നാണ്. രാവിലെ എണീക്കുമ്പോ മുതൽ ചോദിക്കുകയാണ്, ഉറക്കണമെന്ന് മുതൽ ചോദിക്കുകയാണ്, കിടന്നുറങ്ങണവരെ ചോദിക്കുകയാണ്. വിസ്മിക റബ്ബി വളാത്ത് ജംബി എന്ന് പറഞ്ഞിട്ട് നമ്മളെ തടി കിടക്കമ്മൽ വെക്കണവരെ ചോദ്യം തന്നെയാണ്. ഇനിയും ചോദിച്ചോ. അങ്ങനെ ചോദ്യങ്ങൾ അള്ളാഹുവിനോട് എത്ര കൂട്ടുന്നുവോ അവരോട് അവരോട് ഇഷ്ടമാണ്. അപ്പൊ റമദാനിന്റെ പാഠം ദുആയാണ്. എപ്പോഴും ദ്വാരക്കാം, എപ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. റമദാനിൽ പ്രത്യേകിച്ചും ദുആ ചെയ്യുക. അള്ളാഹു ഇങ്ങനെ ആകാശത്ത് ദുനിയ തൊട്ടടുത്ത ആകാശത്ത് വന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണെന്നാണ്. ചോദിച്ചോളൂ, ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് റമദാനിന്റെ മുഴുവൻ പാഠങ്ങളും ബോധപൂർവം ഏറ്റെടുത്തിട്ട് നമ്മൾ ചെയ്യണം. രാത്രി നിസ്കരിക്കണം, ഇഫ്താർ നടത്തണം, മനുഷ്യന്മാരോട് ബന്ധം നന്നാക്കണം. നോമ്പുതുറ സംഘടിപ്പിക്കുമ്പോ വിഭവങ്ങളുടെ എണ്ണത്തെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. നമ്മളെ കുടുംബത്തിൽ പിണക്കുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. ഉണ്ടെങ്കിൽ അവരെ വിളിക്കണം ആദ്യം. അവരിൽ ആരെങ്കിലും നമ്മളെ വിളിച്ചാൽ ഒരു മടിയില്ലാതെ അവിടെ പോകണം. ബന്ധങ്ങൾ നന്നാക്കുവാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത്. ഇടപാടുകൾ നന്നാക്കാനാണ് പോകുന്നത്, പൊരുത്തപ്പെടിക്കാനാണ് പോകുന്നത്. നമ്മൾ പലരും മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് സങ്കടത്തോടെ മയ്യത്തിനെ നോക്കി ഇങ്ങനെ നിൽക്കും. ആ മനുഷ്യന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഒന്ന് പോയി കണ്ടിരുന്നെങ്കിലോ, ഒന്ന് പോയി കണ്ടിരുന്നെങ്കിലോ. മരിച്ചതിന് ശേഷം കാണാൻ പോയപ്പോ നമ്മൾ അയാളെ കാണുന്നുള്ളൂ, അയാൾ നമ്മളെ കാണുന്നുണ്ടോ നമുക്ക് അറിഞ്ഞൂടല്ലോ. അതേ സമയത്ത് ആ കണ്ണടയുന്നതിന് മുമ്പ് നമ്മളൊന്ന് പോയിരുന്നെങ്കിൽ അയാൾക്ക് എത്ര മനസ്സമാധാനത്തോടെ കണ്ണടക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബന്ധങ്ങൾ നന്നാക്കണം. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നന്നാക്കി ബോധപൂർവം നമ്മൾ പരിശ്രമിച്ചാൽ, അങ്ങനെ പരിശ്രമിക്കുന്നവർക്കുള്ളതാണ് റയ്യാൻ എന്ന് പറയുന്ന കവാടം. അള്ളാഹു സ്വർഗത്തിൽ പ്രത്യേകം ഒരു ഗേറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ്. അത് റയ്യാൻ എന്ന കവാടമാണ്. അതിലൂടെ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മെ ആനയിച്ച് ആഹ്ലാദപൂർവ്വം സ്വീകരിച്ചു കൊണ്ടുപോകും. എന്നാലോ അള്ളാഹ്ക്ക് വേണ്ടാത്ത നോമ്പുണ്ട്. എത്ര എത്ര നോമ്പുകാർ അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പല്ലാത്ത ഒന്നും കിട്ടുന്നില്ല. അതേതാണ്? നിയ്യത്ത് നന്നാവാത്ത നോമ്പാണ്, മനുഷ്യന്മാരുടെ ബന്ധം നന്നാക്കാത്ത നോമ്പാണ്, മനസ്സിൽ കിബിറോട് കൂടിയിട്ടുള്ള നോമ്പാണ്. അല്ലേ? ആ നോമ്പൊന്നും അള്ളാഹ്ക്ക് വേണ്ടെന്നാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ടല്ലോ, എത്ര എത്ര രാത്രി നമസ്കാരക്കാർ അവരുടെ രാത്രി നമസ്കാരം കൊണ്ട്
അവർക്ക് ഉറക്കം പോയി എന്നതല്ലാത്ത ഒന്നും കിട്ടുന്നില്ല. അപ്പൊ പക്ഷെ അതേ സമയത്ത് രാത്രി നിന്ന് നമസ്കരിച്ചാൽ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും രാത്രി നിന്ന് നിസ്കരിച്ചാൽ പ്രതിഫലേച്ഛയോട് കൂടിയിട്ട് നിസ്കരിക്കണം, പടച്ചോന്റെ അടുത്ത് നിന്ന് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിസ്കരിച്ചാൽ അള്ളാഹു എല്ലാ പാപവും പുറത്തു. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കണതെല്ലാം ഒരാൾ വീഡിയോയിൽ പകർത്തി എന്ന് വിചാരിച്ചോ, ഈ വീഡിയോയിൽ പകർത്തിയിട്ട് അവസാനം അത് എഡിറ്റ് ചെയ്യും, വേണ്ടാത്തതൊക്കെ ഒഴിവാക്കും, വേണ്ടത് മാത്രം വെക്കും. ഇതുപോലെ നമ്മളെ ജീവിതത്തില് ജന്മം മുതൽ മരണം വരെ ദുനിയാവാകുന്ന ഈ നാടകത്തട്ട് ഒരു നാടകത്തട്ടാണ്. ഷേക്സ്പിയർ പറഞ്ഞില്ലേ, ലൈഫ് ഈസ് എ ഡ്രാമ, മാൻ ഈസ് ആൻ ആക്ടർ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു നടനാണ്. ഈ വേൾഡ് എന്ന് പറയുന്നതാണ് സ്റ്റേജ് എന്നാണ്, ഈ ലോകം തന്നെ സ്റ്റേജാണ്. ഇവിടെ പലതരത്തിലുള്ള വേഷങ്ങൾ ഓരോ അഭിനയിക്കുന്നു, ഓരോരുത്തർക്കും വ്യത്യസ്ത മൾട്ടി റോളാണ്. സാധാരണ ജീവിതത്തില് നാടകത്തിൽ 1-2 റോളൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ ജീവിതത്തിൽ മൾട്ടി റോളാണ്. ഉമ്മയായിരിക്കും, അപ്പൊ തന്നെ ചിലപ്പോൾ മോളായിരിക്കും, അപ്പൊ തന്നെ ഭാര്യയായിരിക്കും, അപ്പൊ തന്നെ സഹോദരിയായിരിക്കും, അതേ സമയത്ത് തന്നെ അയൽവാസിയായിരിക്കും, അപ്പോ തന്നെ ടീച്ചറായിരിക്കും. എല്ലാ റോളും ഒരേ സമയത്ത് തന്നെ ചെയ്തു തീർക്കണം. നല്ല മോളാണ്, നല്ല ടീച്ചർ അല്ലെങ്കിലോ അവിടെ പരാജയപ്പെടും. നല്ല ഉമ്മയാണ്, നല്ല അയൽവാസി അല്ലെങ്കിലോ അവിടെ പരാജയപ്പെടും. കിട്ടിയ എല്ലാ റോളും നന്നായിട്ട് തന്നെ ചെയ്തു തീർക്കണം. അതാണ് ഈ ലോകത്തെ ജീവിതം. ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞതും നിങ്ങൾ പറയുന്നതും കേൾക്കുന്നതും എല്ലാം എഴുതി വെക്കുക. പരലോകത്ത് ചെന്നിട്ട് വലിയ ബിഗ് സ്ക്രീനിൽ പ്രദർശനം എന്നാണ്, അവിടെ ഇങ്ങനെ ഇത് കാണിക്കുന്നതാണ്. ആ കാണിക്കുമ്പോ നമ്മുടെ രഹസ്യ ജീവിതങ്ങൾ, നമ്മുടെ ആലോചനകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ചെയ്തികൾ, ഒറ്റക്ക് ചെയ്തത്, രഹസ്യമായി ചെയ്തത്, എല്ലാ കാലത്തും ചെയ്തത് കാണിച്ചാലോ? അങ്ങനെ കാണിക്കാൻ പാടില്ല. എന്തു വേണം? കാണാൻ എല്ലാവർക്കും ഇമ്പമുള്ളത്, ഇഷ്ടമുള്ളത്, നന്മ മാത്രം കാണിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ബാക്കിയുള്ളതൊക്കെ വെട്ടിമുറിച്ച് ഒഴിവാക്കണം. ആ ഒഴിവാക്കുന്ന എഡിറ്റിംഗിന്റെ പേരാണ് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഈ റമദാൻ മാസത്തിൽ അതൊക്കെ വെട്ടി ഒഴിവാക്കി നല്ലത് മാത്രം അവിടെ വെക്കുക. ആ നല്ലത് തന്നെ ഇരട്ടി ഇരട്ടിയാക്കിയിട്ട് ഖുർആൻ അല്ലാഹു പറയാണ്, ഇരട്ടി ഇരട്ടിയാക്കി തരും നിങ്ങൾക്ക്. അങ്ങനെ ഇരട്ടി ഇരട്ടിയായി നന്മകൾ പ്രദർശിപ്പിക്കുന്ന ആ ഒരു കാഴ്ചയാണ് പരലോകത്ത് നമുക്ക് കാണേണ്ടത്. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിപ്പോ പൂർണ്ണമായിട്ട് പറഞ്ഞു എന്ന അഭിപ്രായം എനിക്കില്ല. 9 മണിക്കാണ് നിർത്തേണ്ടത് എന്നുള്ളതുകൊണ്ട് 9:05 നിർത്തുക എന്നുള്ള സ്വഭാവത്തിൽ ഞാനിതോടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. റമദാനിനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങളുണ്ട്. പരമാവധി കിട്ടുന്നിടത്തോളൊക്കെ വാങ്ങി വായിക്കുക. അങ്ങനെ വായിക്കുക. ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മിക്കുക, ഒരുപാട് അറിവുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അതിന് മൻഫഅത്ത് വേണം, ഉപകാരം വേണം, അതിന് ഫലം ഉണ്ടാകും. ആ അറിവുകളൊക്കെ അമലുകളായി പരിവർത്തിപ്പിക്കുമ്പോഴാണ് അതുകൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇന്നലെയേക്കാൾ നല്ല ഇന്ന്, ഇന്നേക്കാൾ നല്ല നാളെ ആയിട്ട് നമ്മുടെ ജീവിതത്തെ ഉത്തരോത്തരം എപ്പോഴും എപ്പോഴും പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ആൾ എന്നാണല്ലോ മനുഷ്യന് പറയാം. ഒരുപാട് ആൾക്ക് ആൾക്കാർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ജ്വാല പോലെ മുകളിലേക്ക് ഉയരുന്നവൻ എന്നാണ്. ആളുന്നവൻ എന്നാണ്. ആളുന്നവനാകണമെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം. അതിന്റെ തൗഫീഖിന് വേണ്ടി അള്ളാഹിനോട് ദ്വാരക്കണം. നമ്മൾ മാത്രം വിചാരിച്ചാൽ അതൊന്നും നടക്കൂല. അതിനുള്ള സാഹചര്യം വേണം, അതിനുള്ള സൗകര്യങ്ങൾ വേണം, അതിനുള്ള അവസരം വേണം, സൽക്കർമ്മം ചെയ്യാൻ അവസരം കിട്ടണം. അതിന്റെ തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.